നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ഗോപാലകൃഷ്ണസ്വാമിനേ നമ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരിക്കൽ കൂടി ഗോപാലകൃഷ്ണസ്വാമിയുടെ സന്നിധിയിൽ വന്ന് ഭഗവാന്റെ കഥ പറയാനുള്ളൊരു അവസരം ഗുരുവായൂരപ്പൻ ഒരുക്കി തന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം കൃഷ്ണൻ പിറന്ന രാത്രി എന്ന പേരിൽ ഒരു പ്രഭാഷണം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവമായിരുന്നു ശരിക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ അവതാരം പറയണ സമയത്ത് കറക്റ്റ് ആ സമയത്ത് ഒരു കാറ്റും മഴയും വന്നതും അത് കഴിഞ്ഞ ഉടനെ നിന്നതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനൊരു അനുഭവം എനിക്ക് വേറെ എവിടെ ഉണ്ടായിട്ടില്ല ഭഗവാന്റെ അവതാരം പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തവണ ഇവിടുത്തെ ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം നിശ്ചയിക്കേണ്ട സമയം വന്നപ്പോൾ മുതുവറ ക്ഷേത്രത്തിൽ ജൂൺ മാസത്തിൽ ഞാൻ ഒരു ഭാഗവതം കഥാകഥനായിട്ട് ചെയ്തിരുന്നു. സമ്പൂർണ്ണമായിട്ട് 12 ദിവസം 13 ദിവസം മഹാത്മ്യം അടക്കം. അപ്പോൾ അന്ന് ഭഗവാന്റെ അവതാര ലീലകൾ പറയുമ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ഞാൻ പൂതനാമോക്ഷം ഒട്ടും വിസ്തരിക്കാണ്ട് വിട്ടു. എന്താ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിയെല്ലാം ഞാൻ വിസ്തരിച്ചിട്ടുണ്ട്. ശകടാസുരം തൊട്ടിട്ടൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. പൂതന വളരെ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു പോകും. അത് ശ്രദ്ധയപ്പെട്ടുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ദിവസം രാവിലെയാണ് അത് വന്നത്. ആ ഭാഗം വൈകാണ്ട പല ഭാഗത്തുനിന്നും പലരും എൻ്റെ അടുത്ത് ശരത്ത് പൂതനാമോക്ഷം ചുരുക്കിയത് ശരിയായില്ല എന്ന് പറഞ്ഞ് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് എനിക്കിങ്ങനെ ഇവിടെ പ്രഭാഷണം ചെയ്യാനൊരു അവസരം വീണ്ടും വരുന്നത്. അപ്പോൾ കരുതി പൂതനാമോക്ഷം തന്നെ വിസ്തരിച്ച് പറയാം. അതെന്താ അപ്പോൾ പൂതനാമോക്ഷം ഇത്ര വിസ്തരിക്കാനുണ്ട്? ഒരു അസുര സ്ത്രീ വന്നു, ഭഗവാന് മുല കൊടുത്തു, പാല് കുടിച്ചു, പ്രാണം വലിച്ചു കുടിച്ചു, പൂതന മരിച്ചു വീണു. ഇതാണ് നമുക്കൊക്കെ അറിയണ പൂതനാമോക്ഷം. നമുക്കതേ അറിയുള്ളൂ. നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് എന്താ വെച്ചാൽ നമുക്ക് കുറേ കഥകളറിയാം. ചില ആൾക്കാർ, ഞാൻ മോശമായിട്ട് പറയല്ല, കളിയാക്കാനും പറയല്ല, യൂട്യൂബിൽ ഞാൻ അപൂർവമായിട്ട് കമൻറ്റുകൾ നോക്കാറുണ്ട്. കമൻറ്റുകൾ നോക്കുമ്പോൾ ചിലവർ എഴുതിയിട്ടുണ്ടാവും ശരത് ഇറ്റ് ഈസ് വെരി ഇൻഫർമേറ്റീവ് എന്ന് എഴുതി വെച്ചു. പ്രഭാഷണം ഇൻഫർമേറ്റീവാണ്. ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. ഗുരുവായൂരപ്പ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാനല്ല ഇവിടെ ഇരിക്കുന്നത്. ഇൻഫർമേഷൻ നമ്മളെ കൺഫ്യൂഷനിലാക്കുള്ളൂ. ഞാൻ ട്രാൻസ്ഫോർമേറ്റീവ് ആക്കാനാണ് ഇത് മുഴുവൻ പറയണത്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവേണ്ടത്. ഈ പറയുന്ന ഡീറ്റെയിൽസ് അറിഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടുന്ന് ഇറങ്ങി നിങ്ങൾ വീടെത്തുമ്പോഴേക്കും ഇവിടെ പറഞ്ഞതൊക്കെ മറക്കും. പക്ഷെ അകത്തൊരു ചേഞ്ച് വന്നാലുണ്ടല്ലോ, ആ ചേഞ്ച് അവിടെ കിടക്കും. അതാണ് ട്രാൻസ്ഫോർമേഷൻ. അതിനു വേണ്ടിയാണ് ഇത് മുഴുവൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന പല ബിംബങ്ങളെയും നമുക്ക് ഓട്ടക്കേണ്ടി വരും. ഡിസറപ്റ്റ് ഉണ്ടാകും. നമ്മുടെ ജോലി തന്നെ ഡിസറപ്ഷനാണ്. അതായത് ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ അടിച്ച് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ പൂതന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തലയിൽ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. എന്താ പൂതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താടക, നമ്മൾ ദേഷ്യം വന്ന അല്ലേ വിളിക്കും പൂതനയാണോ താടകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ശകാരവാക്കായിട്ട് പോലും ഉപയോഗിക്കുന്നതാണ് അല്ലേ. വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? പൂതന വെറും ഒരു രാക്ഷസിയാണോ? അതാണോ പൂതനയെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇതൊക്കെ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഉള്ള സമയം കൊണ്ട് ഗുരുവായൂരപ്പൻ അനുവദിക്കണ മാതിരി പറ്റണത്ര കാര്യങ്ങൾ പറയാം. എത്ര പറഞ്ഞാലും ബാക്കിയാവും. കാരണം അത്രയുണ്ട് പറയാൻ. പൂതനയെക്കുറിച്ച് മാത്രം തന്നെ ശരിക്ക് ഒരു ദിവസം നമുക്ക് സംസാരിക്കാനുള്ള വകുപ്പ് ഭഗവാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭഗവാൻ അത്ര പ്രിയപ്പെട്ട ഒരാളായിരുന്നു പൂതന. ശരത്തന്ത് ഭഗവാന് പ്രിയപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു പൂതന. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. കൃഷ്ണൻ്റെ കഥ തുടങ്ങണത് ഒരു ബാലഘാതിനി എന്നാണ്. കൃഷ്ണൻ്റെ കഥ തുടങ്ങണത് ഒരു ബാലഘാതിനി എന്നാണ്. അതായത് കുട്ടികളെ കൊല്ലണം. കുട്ടികളെ കൊല്ലുന്ന ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് കൃഷ്ണൻ്റെ ചരിത്രം തുടങ്ങുന്നത്. പൂതനയാണ്. ഭഗവാൻ പൂതനെ കൊല്ലുന്ന സമയത്ത് അഥവാ മോക്ഷം കൊടുക്കുന്ന സമയത്ത്
ഭഗവാന് കൃഷ്ണചന്ദ്രൻ എന്ന് പേര് പോലും ഇട്ടിട്ടില്ല. പേര് പോലും, നാമകരണം പോലും സംഭവിച്ചിട്ടില്ല. നമ്മൾ വിളിക്കുന്ന കൃഷ്ണൻ എന്ന പേര് ഗർഗമഹർഷി ഭഗവാന് കൊടുത്തിട്ടില്ല. സാധാരണ 28 കുട്ടിയുടെ പേര് ഇടുന്നവരെ അമ്മയുടെ പേരിടുന്ന ആളിനാണ് കുട്ടിക്ക് വഴിപാട് കഴിക്കുക പണ്ടൊക്കെ. അതുപോലെയുള്ള ഒരവസ്ഥ അമ്മയുടെ മേൽവിലാസത്തിൽ യശോദയുടെ കുട്ടി എന്ന് മാത്രമേ ശരിക്കും ഭഗവാൻ അപ്പം മേൽവിലാസമുള്ളൂ. ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ട്. 1 മാസം പോലും കഷ്ടിച്ചിട്ട് ആയിട്ടുണ്ടാവണം എന്നില്ല. 28 നമ്മുടെ നാട്ടിൻ്റെ സമ്പ്രദായം പറഞ്ഞാൽ 28 ചരട് കെട്ടൽ അതൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് ഒരു കുട്ടിയെ കൊല്ലുന്ന, ശിശുക്കളെ വധിക്കുന്ന ഒരാളെ വധിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ജീവിതം തുടങ്ങണം. ഭഗവാന്റെ ജീവിതത്തിൽ അവസാനത്തെ കൊല ഏതാണ്, അഥവാ അവസാനത്തെ ശിക്ഷ കൊടുക്കൽ, കൊലപാതകം എന്ന് പറയണ്ട, അതും കുട്ടിയെ കൊല്ലുന്ന ഒരുത്തനെയാണ്. കൃഷ്ണന്റെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതിലും കുട്ടിയെ കൊല്ലുന്നവരിലാണ്. അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷത്തിനെ നശിപ്പിച്ച ആ അശ്വത്ഥാമാവിനെ ശിക്ഷിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ജീവിതത്തിൽ തിരശീല ശരിക്ക് വീഴുന്നതിലുള്ള പോക്ക്. അതിനുശേഷം ഭഗവാൻ വധങ്ങളോ ശാപങ്ങളോ ഒന്നും നടത്തിയതായിട്ട് നമുക്ക് ഭഗവാൻ ആരെയും ശപിച്ചിട്ടില്ല. ആ അശ്വത്ഥാമാവിനെ മാത്രമേ ശപിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം അദ്ദേഹം വധിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് വധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എല്ലാവരും ആ ഗുരുവായൂരപ്പനെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. മനസി മമ സന്നിധത്താം മധുരമുഖാമന്ധരാവാംഗ കരകലിതലളിതവംശാഗാഭികിശോരാകൃപാലഹരി. ശ്രീകൃഷ്ണകർമാമൃതത്തിൻ്റെ ഒരു ശ്ലോകം. മനോഹരമായിട്ടുള്ള മുഖം, നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കടാക്ഷം. അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നും എന്നെയാണ് നോക്കണം, അപ്പുറത്തെ ആൾക്ക് തോന്നും എന്നെയാണ് നോക്കണം, എന്നെ മാത്രമാണ് നോക്കണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള നോട്ടം. കയ്യിൽ ഓടക്കുഴലുള്ള, കൗമാരപ്രായം വിടാത്ത കാവ്യകൃപാലഹരി, കാരുണ്യപ്രവാഹം. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ മമ മനസ്സ് സന്നിധത്ത, എൻ്റെ മനസ്സിൽ സദാ സാന്നിധ്യം അർപ്പിക്കണേ. ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും വിഗ്രഹം ജീർണിച്ചു പോവാം. നാളെ അല്ലെങ്കിൽ ഒരു 300 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭഗവാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോയേക്കാം. പക്ഷെ മനുഷ്യരുടെ മനസ്സിൽ ആ ഹൃദയ ശ്രീകോവിലുകളിൽ ഭഗവാൻ ഇരിക്കണോ, അതാണ് യഥാർത്ഥ പ്രതിഷ്ഠ. അങ്ങനെയുള്ള ഭഗവാനെ സാഷ്ടാംഗം വീണ് ആ ഗുരുവായൂരപ്പനെ എല്ലാവരും നമസ്കരിക്കുക. രക്ഷന്തുന ശിക്ഷിത പാശുബാല്യ ബാലാവൃതാബർഹിശിഖാപദംസ പ്രാണപ്രിയ പ്രസ്തുത വേണുഗീത ശീതാദൃശ ശീതളഗോപകന്യ. പശുക്കളെ മേയ്ക്കാനായിട്ട് ശീലിച്ചിട്ടുള്ള ഭഗവാന്റെ കൂട്ടുകാരനൊപ്പം മയിൽപ്പീലി ചൂടി പ്രാണനേക്കാളും പ്രിയപ്പെട്ട വേണുഗാനത്തിനെ ഓടക്കോളൂതി പാടിക്കൊണ്ടിരിക്കുന്ന ഗോപകന്യകമാരുടെ മനസ്സിനെ തണുപ്പിക്കണ വിധത്തിൽ കണ്ണുകൾ കൊണ്ടുള്ള കടാക്ഷം ചൊരിയണ ഗോപാലകൃഷ്ണ, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വില്ലുമംഗലം മറ്റൊരു ശ്ലോകത്തിലും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ 2 ശ്ലോകങ്ങൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഭഗവാന്റെ ഗോപാലകൃഷ്ണ ഭാവം സങ്കല്പമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഏത് രൂപത്തിലാണോ ആ ഭഗവാനെ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത്, ആ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ട രൂപത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് വെറും ക്ഷേത്രനാമം കൊണ്ട് മാത്രം ആവരുത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അതാത് ധ്യാനരൂപങ്ങളിലുള്ള വിഗ്രഹങ്ങളായിരുന്നു. ഇന്നതൊക്കെ ജനറലൈസ് ചെയ്യും. ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണസ്വാമി ആണെങ്കിലും വെണ്ണക്കണ്ണനാണെങ്കിലും നരസിംഹ ആണെങ്കിലും ഒക്കെ ചതുർബാഹു ആവുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഓരോ പ്രമാണങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ ജനറലൈസേഷൻ ആ ദേവതയുടെ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കും. അത് പ്രതിഷ്ഠിച്ച ആളുടെ ഉപാസനയെ ഇല്ലാതാക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതാത് ദേവതകളെ
അവരുടെ മൂലസ്വഭാവം അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാര്യവിജയത്തിനായി. അങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പൂതന എന്നുള്ളൊരു ശബ്ദം എടുത്തു കഴിഞ്ഞപ്പോൾ ശബ്ദധാരാവലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മലയാളം ഡിക്ഷണറി ഉണ്ട് അല്ലേ, അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറയണത് ഒരു പിശാച സ്ത്രീ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ബഗി എന്നും പറഞ്ഞിട്ടുണ്ട്. ബഗൻ, ബഗി, അതായത് രാക്ഷസി, അമിതമായ വിശപ്പുള്ള ഒരു രാക്ഷസി. ഞാനിങ്ങനെ മെല്ലെ 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 അതള് പൊളിച്ചാൽ കൊണ്ടുവരുള്ളൂ, കുറച്ച് സമയം എടുക്കും. ഭഗവാൻ പൂതനെ കൊന്നതെന്ന് എനിക്കിന്നിവിടെ വിഷയമല്ല. ഗുരുവായൂരപ്പൻ്റെ നിശ്ചയപ്രകാരം എന്താണ് പൂതന എന്ന് പറയുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രഭാഷണമായിട്ട് കാണണ്ട. പൂതനയുടെ പേരിൽ മറ്റൊരു രസകരമായിട്ടുള്ള അർത്ഥമുണ്ട്. ശരീരം മെലിയ. പൂതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിച്ചിൽ, ദേഹം മെലിയ. അപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഒക്കെ നോക്കണ കാലം അല്ലേ, വെയിറ്റ് കുറയ്ക്കാൻ നോക്കണ കാലമാണ് എല്ലാവരും. അപ്പോൾ ശരിക്കും സംസ്കൃതത്തിൽ ഞാൻ പൂതനയാവാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, ഞാൻ മെലിയാൻ നോക്കുകയാണ്. പൂതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിയ എന്നർത്ഥം. പിന്നെ പൂതന എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന് പറയും. അതേപോലെ നമ്മൾ കടുക്ക, കടുക്ക ഔഷധം, അതിനും പൂതന എന്ന് പറയും. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അർത്ഥമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദധാരാവലിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ചോദിക്കും, അത് ഒരേ പേരങ്ങനെ പലതിനും വന്നതായാലേ? അല്ല. ഞാൻ മുമ്പും പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ രാമായണം, മഹാഭാരതം, ഭാഗവതം, അതിൽ രാമായണവും ഭാഗവതവും പ്രത്യേകിച്ച് മഹർഷിമാർ സമാധി അവസ്ഥയിൽ എന്ത് കണ്ടോ അത് എഴുതി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ രാത്രി സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം കണ്ടതിനെ രാവിലെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു ആന ഓടിച്ചു അല്ലേ, എന്നെ ഒരു പാമ്പ് കൊത്തി എന്ന് നമ്മൾ ഡയറിയിൽ എഴുതി വെച്ചാൽ നമ്മുടെ ലോകത്തിൽ ഉണർന്നിരിക്കും ഈ പറയുന്ന രണ്ട് കാര്യവും മഹാ അപകടം ആണോ അല്ലയോ? ആന ഓടിച്ചു ഉടനെ വിധി എഴുതും ചില ആൾക്കാർ. ഓ ആന ഓടിച്ചു. ഞാനിപ്പോൾ ഈ അടുത്തൊരു പ്രഭാഷണത്തിൽ ഈ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരുന്നു. ആന ഓടിച്ചു എന്ന് പറഞ്ഞ ഉടനെ പറയാം ഗണപതിക്ക് എന്തോ കൊടുക്കാനുണ്ട് അതുകൊണ്ട് ആന ഓടിച്ചു. അല്ല, ആന ഓടിക്കുന്നതായി കണ്ടാൽ ആഭിചാരത്തെ നോക്കിക്കൊള്ളണം, ആഭിചാരം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആന ഓടിക്കണുണ്ട്, അത് ഗണപതിയായിട്ട് ഒരു ബന്ധമില്ല. രണ്ട്, സർപ്പം കൊത്തിയ, നമ്മളെ സർപ്പം കൊത്തിയ അപ്പം കഴിയും, പേടിച്ചിട്ട് തന്നെ പകുതി പേര് മരിച്ചു പോകും. സ്വപ്നത്തിൽ സർപ്പം കൊത്തിയാൽ ധനലാഭം ഉണ്ടാവുന്ന, അത് ഗുരുവായൂരപ്പൻ തന്നെ കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്ന സ്വപ്നഫലങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു അതിൻ്റെ പകുതി ഭാഗം, ഏകദേശം 108ഓളം സ്വപ്നങ്ങളെ ഭഗവാൻ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രാചീന ഗ്രന്ഥമുണ്ട്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, കൃഷ്ണനെ പോലെ ഒരു സൈക്കോളജിസ്റ്റിനെ വേറെ കാണാൻ കിട്ടില്ല. അത് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സർപ്പദംശനം, നേരെ മറിച്ച് സർപ്പം ശരീരത്തിൽ വീണാൽ അപകടം, അത് ഇടത്ത് വീണാൽ വലത്ത് വീണാൽ എന്നൊക്കെ കണക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതെന്താ വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിന് ചിത്രങ്ങളായിട്ട് എന്തും കാണാൻ പറ്റും. ഈ ചിത്രങ്ങളായിട്ട് കാണുന്നതിനെ എന്താ പറയുക, പ്രതീകങ്ങളായിട്ട് സിംബോളിക്കായിട്ട് കാണാനേ നമ്മുടെ മനസ്സിന് സാധിക്കുള്ളൂ. അത് നമ്മൾ ബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ കാണുന്നത് പോലെയല്ല. ഇതേപോലെയാണ് വാൽമീകി സമാധിയുടെ അവസ്ഥയിൽ. സമാധി എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക, അത് കഴിഞ്ഞിട്ടുള്ള സ്വപ്നത്തിൻ്റെ അവസ്ഥ, അത് കഴിഞ്ഞ് സുഖമായിട്ടുള്ള ഉറക്കത്തിൻ്റെ അവസ്ഥ, അതിലും അപ്പുറത്തുള്ള ഒരവസ്ഥയാണ് സമാധി. ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിശ്ചലമായപ്പോൾ അദ്ദേഹം പിടിച്ചെടുത്ത ചിത്രങ്ങളാണ്. അതുകൊണ്ട് അതിനൊക്കെ തത്വാർത്ഥം ഉണ്ടാവും. രാമൻ സീതയെ കല്യാണം കഴിച്ചു, വില്ലൊടിച്ചു, സീതയെ കല്യാണം കഴിച്ചു, വനവാസത്തിന് പോയി, രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ കഥയുടെ ലൈനിൽ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് രാമനാണെങ്കിലും ശരി, ലക്ഷ്മണനാണെങ്കിലും ദശരഥനാണെങ്കിലും കൈകേയാണെങ്കിലും ഹനുമാനാണെങ്കിലും ആരാണെങ്കിലും ഇതിലൊക്കെ പ്രതീകങ്ങളാണ്.
ഈ പ്രതീകം നഷ്ടപ്പെടുത്തിയതാണ് നമ്മുടെ ധർമ്മം നശിക്കാൻ കാരണം. നമ്മളിന്ന് അനുവർത്തിക്കുന്നതാണ് ശരിയായിട്ടുള്ള ധർമ്മം എന്ന് ഇപ്പോഴും വിചാരിച്ച് അപകടത്തിലാവരുത്. നമ്മൾ എൻ്റർടൈൻമെൻ്റ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. കുറച്ച് കഥ കേൾക്കാനുള്ള സുഖം, കഥ കേൾക്കുക, ഒരു നല്ല കഥ പറയുമെന്നാണ് പറയുക. തെറ്റാണെന്നല്ല പറയണത്, മനോരഞ്ജകം വേണം, പക്ഷെ മനസ്സിനെ ഒരുപാട് സുഖിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. ആധ്യാത്മികതയിൽ ഭജന പോലും ഒരു പരിധി വിട്ട അപകടമാണ്. കാരണം അപ്പുറത്തെ ലയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീട്ടിൽ സന്ധ്യയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെയൊക്കെ എന്ത് രസമായിരുന്നു എന്ന് ആലോചിച്ച് മനസ്സ് വീഴും. മനസ്സ് വീഴ്ത്താനല്ല ആധ്യാത്മികത. അപ്പോൾ ഇവിടെ ഭാഗവതം മുഴുവൻ അവസാനം പരീക്ഷത്തിനോട് ശുഗമഹർഷി പറയുന്നുണ്ട്, ഇതൊക്കെ കഥയാണ് പരീക്ഷത്തെ, ഇതിൻ്റെ തത്വാർത്ഥം നിനക്ക് മനസ്സിലാകാനാണ് ഞാനിത് പറഞ്ഞു തന്നത്. കാരണം എന്താ, 7 ദിവസം കൊണ്ട് ഒരാളെ മരിക്കാൻ തയ്യാറെടുപ്പിക്കുന്നു. 7 ദിവസം മരണം സുനിശ്ചിതം. ഏതെങ്കിലും ഒരു രൂപത്തിൽ ആ സർപ്പം വരും, കൊത്തും തക്ഷകൻ. അതിന് സുനിശ്ചിതമായിട്ടുള്ള ഒരാളുടെ മനസ്സ് എങ്ങനെയിരിക്കും? നമ്മളടുത്ത് പറയണം ഇന്നൊക്കെ 7-ാം ദിവസം നിങ്ങൾ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഭാഗവതം എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കേൾക്കാൻ പോയിരിക്കുന്നവരാരും പരീക്ഷത്തിൻ്റെ മാനസിക നിലയിലല്ല അത് കേൾക്കാണ്ടിരിക്കുന്നത്. അങ്ങനെ കേൾക്കാനിരിക്കണം എന്നാണ് പറയണത്. അപ്പോഴേ ഭാഗവതം മനസ്സിലാവുള്ളൂ, ഇത് അകത്തേക്ക് കയറുള്ളൂ. പരമഹംസന്മാരാൽ പറയപ്പെട്ടത് പരമഹംസനാവാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ പരമഹംസനാവാൻ പറ്റുമോ? നമുക്കൊക്കെ എന്താ അർഹത എന്ന് ചോദിച്ചാൽ അവിടെ അതിന് പ്രസക്തിയില്ല. എല്ലാവർക്കും പരമഹംസനാവാമെന്നാണ്. അതുകൊണ്ടാണ് അവർ പറയണത്. അല്ലെങ്കിൽ ശുഗമഹർഷിക്ക് യാതൊരു സർവസംഘ പരിത്യാഗിയായിട്ട് ഒരാൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നന്നായി മരിക്കാൻ പഠിക്കാനുള്ള വിദ്യാഭ്യാസമാണ് ഭാഗവതം. അതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ വയസ്സായവർക്കുള്ളതല്ല, ജനിച്ചു വീണ് ബുദ്ധി ഉറച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിക്ക് തൊട്ടിട്ടുള്ളവർക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് ധ്രുവനെയും പ്രഹ്ലാദനെയും കയ്യിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുട്ട് വയ്യാണ്ടായിട്ട് നമസ്കരിക്കാൻ പറ്റാണ്ടായിട്ടുള്ള കാലത്തല്ല നമസ്കരിച്ച് ശീലിക്കേണ്ടത്. എത്ര ചെറുപ്പത്തിൽ ശീലിക്കാവോ അത്രയും ചെറുപ്പത്തിൽ ശീലിക്കണം. അന്ന് ഉണ്ടാക്കുന്നതേ ഉണ്ടാവുള്ളൂ. 50 വയസ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കണ ഒന്നും ഉണ്ടാവില്ല. കാരണം അത്രയും കൺഫ്യൂഷനാണ് തലടകത്ത്. ആ കൺഫ്യൂഷൻ ആകുന്ന അവസ്ഥയിൽ സകല ശുദ്ധിയും ആത്മാവിന് നഷ്ടപ്പെട്ടു. സകല ശുദ്ധിയും നഷ്ടപ്പെട്ടു. ആ ശുദ്ധി നഷ്ടപ്പെട്ട ആത്മാവാണ് പൂതന. പൂതം വെച്ചാൽ ശുദ്ധി, അതില്ലാത്തവള്. ശുദ്ധി നഷ്ടപ്പെട്ട ആത്മാവാണ് പൂതന. അവളെ അടുത്ത ചക്രത്തിലേക്ക് കടത്തണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവളെ ആ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കണ പ്രാണനെ വലിച്ചെടുക്കും ഭഗവാൻ. പുതിയ ശരീരം കൊടുത്ത് വീണ്ടും അനദർ ടേം കൊടുക്കുകയാണ്, ഒരു അനദർ അവസരം കൊടുക്കുകയാണ് ഒന്ന് രക്ഷപ്പെടാൻ. നമുക്കൊക്കെ അതാ തരുന്നത്. കർമ്മം ഒടുങ്ങുമ്പോൾ ശരീരം വീഴും, അടുത്ത ശരീരം കിട്ടും. എന്തിനാ? അപ്പോഴും ഫ്രഷ് സ്റ്റാർട്ടിനാണ്. നമ്മുടെ വിചാരം ഭഗവാൻ അസുരന്മാരെയും രാക്ഷസന്മാരെയും കൊല്ലുന്നത് ദേഷ്യം കൊണ്ടാണെന്നാ. ഭഗവാൻ നമ്മളല്ല. ഭഗവാൻ ആരോടും ദേഷ്യമില്ല. നമ്മൾ ഒരു നിർമ്മിതി, ഒരു വീടുണ്ടാക്കുകയാണ്, ആ വീടിൻ്റെ കണക്ക് തെറ്റി. നമ്മൾ പറയുന്നത് ശരിയാവില്ല, പൊളിച്ചു വീണ്ടും പണിയും അല്ലേ? അതുപോലെ ഒരു സൃഷ്ടി വികലമായ ഭഗവാൻ അത് പൊളിക്കും. അമ്മ അത് പൊളിക്കും. പ്രകൃതി അങ്ങനെയാണ്. അമ്മയുടെ സ്വഭാവം. അമ്മയും ഭഗവാനും വേർതിരിച്ച് കാണരുത്. ശിവൻ ഒരു ഭാര്യയുള്ളൂ, അത് വിഷ്ണു ആണെന്ന് മാണിക്യവാചക സ്വാമി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അമ്മയും വിഷ്ണു ഒന്നാണ്. ആ പൊളിക്കലാണ് നമ്മൾ വധം, ഭഗവാന്റെ കോപം എന്നൊക്കെ പറയണത്. എന്തിനാ പൊളിക്കുന്നത്? വീണ്ടും അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് പുതിയതൊന്ന് പണിയാനാണ്. ഒരു പുഴ, ആ പുഴയുടെ അടുത്ത് ഒരു പരമദുഷ്ടനും ഒരു നല്ല മനുഷ്യനും പോകുന്ന കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. രണ്ടുപേരും ദാഹിച്ചിട്ടാണ് പോണത്. നല്ല മനുഷ്യനും ദാഹമുണ്ട്, ദുഷ്ടനും ദാഹമുണ്ട്. പുഴ പറയുണ്ടോ, ദുഷ്ടാ നീ എൻ്റെ വെള്ളം കുടിക്കരുത്, നിനക്ക് ഞാൻ വെള്ളം തരില്ല, നല്ലവൻ മാത്രം എൻ്റെ നിന്ന് വെള്ളം കുടിച്ചാൽ മതി എന്ന് പുഴ പറയുമോ? ഏതെങ്കിലും കുളം പറയുമോ? മനുഷ്യൻ പറയും, പുഴ പറയില്ല. പുഴ പ്രകൃതിയാണ്, അത് അമ്മയാണ്, ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ കോപത്തോടുകൂടി ഇന്ന ആളെ കൊന്നു എന്നുള്ളതൊന്നും മനസ്സിലേക്ക് എടുക്കരുത്. ചില ഉപാസകന്മാരുണ്ട്, ദേവിയോ ദേവനോ കോപഭാവത്തിലാണ് അവരുടെ എന്നുണ്ടെങ്കിൽ അവരുടെ വിചാരം അവർ വലിയ കോപിഷ്ഠരാണെന്നാണ്. എന്നിട്ട് ആൾക്കാരെ വരട്ടുക,
ഞാൻ ആരെ ഉപാസിക്കണമെന്നറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വരട്ടും. ആ ദേവത ചിരിക്കുക ആ സമയത്ത് ഇരുന്നിട്ട്. ഈശ്വരന് നമ്മളെപ്പോലെ സ്വാർത്ഥ ചിന്തകളില്ല. അപ്പം പൂതനെ വധിക്കുന്നതും പൂതനയുടെ ആ ശരീരം ഇല്ലാണ്ടാക്കി അടുത്ത ഒരു സ്റ്റേറ്റ് കൊടുക്കും, റിഫൈൻ ചെയ്യും. അതുകൊണ്ടാണ് ശിവന്റെ പ്രവൃത്തിക്ക് ഇത്രയ്ക്ക് മഹത്വം വന്നത്. ശിവൻ ശുദ്ധീകരണത്തിൻ്റെ ആളാണ്. ഒരു കാര്യം കേടുവന്നു, അത് ഇനി പ്രപഞ്ചത്തിൽ ഉപയോഗയുക്തമല്ലെങ്കിൽ അതിനെ പൊളിക്കുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങളാക്കി വേർതിരിച്ചിട്ട് കുപ്പിയിലടച്ചിട്ട് ഷെൽഫിൽ വെച്ച് കൊടുക്കും. ബ്രഹ്മാവിന് വീണ്ടും ആവശ്യത്തിന് എടുത്തിട്ട് സൃഷ്ടി നടത്താം. ശിവന്റെ ജോലി അതാണ്. ലോകം ക്ലീൻ ചെയ്യാൻ ഒരാൾ വേണം. വീട് അടിച്ചു വരാൻ ഒരാളില്ലെങ്കിൽ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ക്ലീൻ ചെയ്യണ ആൾക്കാണ് ഏറ്റവും കൂടെ പണി. പക്ഷെ അയാളെയാണ് ഏറ്റവും ലോ ആയിട്ട് ആൾക്കാർ കാണുന്നത് പല സമയത്ത്. അതുകൊണ്ട് ശിവന്റെ പ്രവൃത്തി അവിടെയും ശിവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് കാണരുത്. ഭഗവാനിലുള്ള സംഹാര സ്വഭാവത്തിനാണ് ഞാനീ പറയണത്. അത് കൃഷ്ണനാവാം, ശിവനാവാം, ആരും ആവാം, ദേവിയാവാം, ആരും ആവാം. ആ സംഹാര തത്വത്തെയാണ് ഞാനീ പറയുന്നത്. ഇത് ഞാൻ അടിത്തറയായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതറിഞ്ഞാലാണ് പൂതനെ നമുക്ക് മനസ്സിലാവുക. പൂതനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒറ്റ മാർഗമേ നമുക്ക് ഉള്ളൂ എന്നുള്ളതാണ്. ഈ പൂതനയുടെ പൂർവജന്മം പല പുരാണങ്ങളിലുണ്ട്. ആദി പുരാണം എന്ന് പറഞ്ഞിട്ട് ഒരു റയർ പുരാണം പത്മപുരാണത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്, മഹാഭാരതത്തിലുണ്ട്, വനപർവ്വത്തിലൊക്കെ വരുന്നുണ്ട്. പാണ്ഡവന്മാർ വനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദ്വൈതവനത്തിലേക്ക് ഒറ്റ കയറുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ പൂതനയുടെ കാര്യം മെൻഷൻ വരുന്നുണ്ട്. കൈതവി എന്ന് പറയുന്ന ഒരു രാക്ഷസിയുടെ മകളായിരുന്നു എന്നാണ് പൂതനെക്കുറിച്ച് പറയുന്ന ഒരു മെൻഷൻ. ഹരിവംശത്തിൽ പൂതന കംസനെ വളർത്തിയ വളർത്തമ്മയായിരുന്നു എന്ന് പറയുന്നു. പൂതന എത്രമാത്രം കംസന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയൊരു സ്ത്രീയായിരുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ വാസ്തവത്തിൽ പത്മപുരാണവും ഹരിവംശമൊക്കെ വായിക്കണം. ഭാഗവതത്തിൽ ശുഗമഹർഷി ബ്രഹ്മർഷിയാണ്. അദ്ദേഹം വളരെ വേണ്ടത് മാത്രമേ പറയുള്ളൂ, ചുരുക്കം മാത്രമേ പറയുള്ളൂ. അദ്ദേഹത്തിന് വിസ്തരിക്കാൻ സമയമില്ല. അതുകൊണ്ട് അദ്ദേഹം വളരെ ലിമിറ്റഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കംസൻ്റെ ഒരു പരിചാരികയായിട്ടുള്ള ബാലാഘാതിനിയായിട്ടുള്ള എന്നൊരു ശ്ലോകത്തിൽ പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും കാമചാരിണിയായിട്ടുള്ള എന്ന് പറയും. അങ്ങനെയുള്ള ഒരു രാക്ഷസി അമ്പാടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കഥയിലേക്ക് പെട്ടെന്ന് പോവുകയാണ് പതിവ്. ഈ ദേവിയുടെ പൂർവജന്മത്തിനെ കുറിച്ചിട്ട് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഒരു കഥയുണ്ട്. ഈ ബ്രഹ്മവൈവർത്ത പുരാണവും അത്ര വലിയ പഴക്കമുള്ള പുരാണമൊന്നുമല്ല, 12-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. നമ്മുടെ ഈ രാധാകൃഷ്ണ സങ്കല്പമൊക്കെ അഷ്ടപതി എഴുതിയ ജയദേവൻ്റെ കാലത്താണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പൊന്നും, അതായത് ഇന്നേക്ക് ഒരു 1020 കൊല്ലങ്ങൾക്ക് മുമ്പ് രാധ ഭാരതഭൂമിയിൽ ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, രാധ എന്നൊരു സങ്കല്പം പോലും ഇല്ലായിരുന്നു. ഞാൻ ചില സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നാളെ രാമായണത്തിലെ ജഗദംബിക പറയുമ്പോഴേ ഞാൻ പറയാം, ഗുരുവായൂരപ്പ ശരിക്കും നീ ഈ രാധ ആരാ നീ കണ്ടിട്ടുണ്ടോ ചോദിക്കും. ജയദേവൻ ഉണ്ടാക്കിയ ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന് കാളിയുടെ മന്ത്രവും സങ്കല്പവും കൊടുത്തിട്ടൊരു മൂർത്തിയാക്കി മാറ്റിയതാണ് രാധയുടെ മന്ത്രങ്ങൾ മുഴുവൻ കാളിയുടെ മന്ത്രങ്ങളാണ്, കാളിയുടെ ബീജങ്ങളാണ് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത്. അതിന് പല ന്യായങ്ങളും പറഞ്ഞ് മറച്ചൊക്കെ വെക്കേണ്ടതെന്നുണ്ടെങ്കിലും അത് കാളിയാണ്, മഹാകാളിയാണ് രാധ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രഹ്മവൈവർത്ത പുരാണത്തിലാണ് അനവധി കഥാപാത്രങ്ങൾ, നമ്മൾ ഭാഗവതത്തിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളുടെ കുറേ ബാക്ക് സ്റ്റോറീസ്, പുറകോട്ടുള്ള കഥകൾ, നമ്മൾ അതുവരെ കേൾക്കാത്ത കുറേ വഴികളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 12, 13, 14 നൂറ്റാണ്ടുകളിലാണ് ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ മറ്റ് 2 മതങ്ങളിലെ 2 മത നേതാക്കന്മാരോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ സ്ഥാപകരെയോ കുറിച്ചോ ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ശരത്തേട്ടാ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമാണ് ഭവിഷ്യപുരാണം, പിന്നെ അതിൽ വരാണ്ടിരിക്കില്ലല്ലോ. ഭവിഷ്യപുരാണം ഈ 19-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്, 1800കളിൽ എഴുതിയൊരു പുസ്തകം മാത്രമാണത്. അതിനെയൊക്കെ പുരാണങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണമെന്നുള്ളതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ നാശം. അപ്പം പൂതന പൂർവ്വജന്മത്തിൽ മഹാബലിയുടെ പുത്രി രത്നമാലയായിരുന്നു എന്നൊരു കഥയുണ്ട്.
വാമനാവതാരത്തിൻ്റെ സമയത്ത് വാമനൻ യാഗശാലയിൽ ഭിക്ഷയാചിച്ച് വന്നപ്പോൾ രത്നമാലയ്ക്ക് കുട്ടിയെ കണ്ടപ്പോൾ എനിക്കിതുപോലൊരു മകനുണ്ടായെങ്കിൽ എന്ന് അകത്ത് തോന്നുകയും മാറിടത്തിൽ മുലപ്പാല് ചൊരിയുകയും ചെയ്തു. അത്ര എനിക്ക് അവനെ മടി കിടത്തി പാല് കൊടുക്കാൻ തോന്നുന്നു, എൻ്റെ കുട്ടിയാണത് എന്ന് മനസ്സിൽ തോന്നിപ്പോയി. ഭഗവാൻ സർവചരാചര ജീവിയായതുകൊണ്ട് ഭഗവാനത് മനസ്സിലായി. മനസ്സിൽ പറഞ്ഞത്രേ, ഞാൻ വരണ ഒരു ജന്മത്തിൽ നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാമെന്ന് അനുഗ്രഹിച്ചിരുന്നു. ആ രത്നമാല പൂതനയായിട്ട് ജനിച്ചു എന്നാ പറയുന്നത്. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഭഗവാൻ വരം കൊടുത്ത് ജനിച്ചതാണെങ്കിൽ ഭഗവാൻ അവളെ കൊല്ലുമോ? കൊല്ലില്ല, മോക്ഷം കൊടുക്കുകയും ചെയ്തു. അവിടെ ശുദ്ധിയാവാത്തത് ഇവിടെ ശുദ്ധിയാക്കി മോക്ഷം കൊടുത്തു. വാസ്തവത്തിൽ ഭഗവാന്റെ ശ്രദ്ധയും കെയറും എത്രമാത്രമാണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഗുരുവായൂരപ്പൻ്റെ വഴികൾ വളരെ വിചിത്രമാണ്. നമ്മുടെ ലോജിക്കിലൊന്നും വരില്ല ഗുരുവായൂരപ്പൻ്റെ വഴികൾ. നിങ്ങൾക്കറിയോ ഗുരുവായൂരപ്പന് കംസൻ എത്രമാത്രം പ്രിയപ്പെട്ടവനും എത്രമാത്രം പ്രധാനമായിരുന്നു? താൻ ജനിച്ച് തനിക്ക് 9-10 വയസ്സാവുന്നത് വരെ കംസൻ ഒരപകടവും വരാതിരിക്കാൻ ഭഗവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം തൻ്റെ കൈ കൊണ്ടേ കംസൻ മരിക്കാൻ പാടുള്ളൂ. മറ്റൊരു തരത്തിലും കംസൻ മരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കംസൻ അമ്മയുടെ ഗർഭാവസ്ഥയെ തന്നെ മരിക്കേണ്ടതിനെ ഭഗവാൻ തടഞ്ഞതാണ്. ഭഗവാൻ സൂക്ഷിച്ചു വെച്ചതാണ്. അതായത് ചെടിയെ വളർത്തി വളർത്തി ഒരു ഉയരെത്തിച്ചിട്ട് ഞാൻ തന്നെ വന്ന് വെട്ടും എന്ന് പറഞ്ഞിട്ട് ആ ചെടിയെ വളർത്താൻ ആരെയാണോ ഏൽപ്പിച്ചത് ആ ആളാണ് പൂതന. അപ്പൊ പൂതനയുടെ റോൾ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. പൂതനയുടെ പ്രാധാന്യം അത്രമാത്രമാണ്. നിങ്ങൾ ഇതുവരെ പൂതനയെ കുറിച്ച് വിചാരിച്ചിരുന്ന ഓരോരോ ആ ബിൽഡിങ്ങിൻ്റെ ഓരോ സൈഡായിട്ട് പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ഓരോ കല്ലുകളും ഇങ്ങനെ പൊളിഞ്ഞു 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 വീഴും. നമ്മൾക്ക് പൂതനയെക്കുറിച്ചുള്ള സങ്കല്പം മുഴുവൻ മാറും ഇന്നത് കഴിയുമ്പോഴേക്കും. അപ്പം ഇവിടെ മറ്റൊരു കഥ ആദിപുരാണത്തിൽ വരണം. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രത്നമാലയാണെന്ന് പറഞ്ഞു. ഇനി വേറൊരു പുരാണത്തിൽ പറയണു കാലഭീരു എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. കാലഭീരു പേര് കേട്ടാൽ തന്നെ സമയത്തിനെ പേടിക്കണവൻ. സമയത്തിനെയാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അമരത്വത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. സമയമാണ് നമ്മളെ കൊല്ലുന്നത്. അതുകൊണ്ട് സമയത്തിനെ അതിക്രമിക്കുന്ന അവനാകാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നു അവൻ കാലഭീരുവാണ്. അതുകൊണ്ട് ആ മഹർഷിയുടെ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ലെവല് അത്രമാത്രമാണെന്ന് വിചാരിച്ചോളണം. അങ്ങനെയുള്ള കാലഭീരു മഹർഷിയുടെ മകള് ചാരുമതിയായിരുന്നു അത്ര പൂതനയുടെ പൂർവ്വജന്മം. അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി നദിയുടെ തടത്തിൽ ഒരു മഹർഷിയെ കണ്ടു. കക്ഷീവാൻ എന്ന് പറയുന്ന ഒരു മഹർഷിയെ കണ്ടു. ആ മഹർഷിയെ കണ്ടപ്പോൾ ഇവൾ തൻ്റെ മകൾക്ക് പറ്റിയ വരനാണ് എന്ന് തോന്നിയിട്ട് അവിടെ ഇറങ്ങി അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കക്ഷീവാന് തോന്നി എനിക്ക് തന്നെ തീർത്ഥയാത്രയ്ക്ക് പോകണം. അതങ്ങനെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ തന്നെ വല്ലവിടേക്ക് പോകണമെന്ന് തോന്നിപ്പോകും. അങ്ങനെ കക്ഷീവാൻ ആ സ്ഥലം വിട്ട് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ ചാരുമതിക്ക് ആ നാട്ടിലുള്ള മറ്റൊരു അധമനായിട്ടുള്ളൊരു വ്യക്തി ഈ ചാരുമതിയെ വശീകരിച്ച് പാട്ടിലാക്കി അവളുടെ ഒപ്പം ജീവിക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞ് കക്ഷീവാൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ ഭാര്യ അബദ്ധസഞ്ചാരിണിയായിരുന്നു കണ്ടിട്ട് അവളെ ശപിച്ചു. രാക്ഷസിയായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു. ആ ശാപമോചനം ചോദിച്ചപ്പോൾ ശപിച്ചാൽ ശാപമോചനം കൊടുക്കണം, ശപിച്ചിട്ട് പോകരുത്. എത്ര ദേഷ്യത്തിൽ ഒരാളെ നമ്മൾ ശപിച്ചാലും ആ വ്യക്തിക്ക് ശാപമോചനം കൊടുക്കണം എന്നുള്ളത് പ്രകൃതിയുടെ ധർമ്മമാണ്. നമ്മുടെ കാലഘട്ടത്തിലേ അത് ചെയ്യാത്തുള്ളൂ. പഴയ കാലത്ത് അത് ചെയ്യും. അങ്ങനെ ശാപമോചനം കൊടുത്തു. നാളെ നാരായണൻ കൃഷ്ണാവതാരം എടുക്കുന്ന കാലത്ത് നമുക്ക് ശാപമോചനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ചാരുമതി അനുഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് അത്ര ചാരുമതി പൂതനയായിട്ട് ജനിച്ചത് എന്നൊരു മറ്റൊരു കഥ ഇങ്ങനെ ഈ ആദിപുരാണത്തിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടെ പഴയതിലേക്ക് പോയി കഴിഞ്ഞാൽ, കുറെ കൂടെ പഴയൊരു കാലത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ അഥർവവേദത്തിൽ ഈ പൂതന ശബ്ദം വരുന്നുണ്ട്. പൂതന ഒരു രോഗമാണ്. എന്താ പൂതന രോഗമാണെന്ന് പറയാൻ കാരണം, നമ്മൾ കുട്ടികൾക്ക് ബാലാരിഷ്ടത എന്ന് പറയും. ചെറിയ പ്രായത്തിൽ ചിലർ 7 വയസ്സ് വരെ അവന് ബാലാരിഷ്ടതയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? ആ ബാലാരിഷ്ടതയിൽ
ജനിച്ച ദിവസം തൊട്ടിട്ട് ഒരു വർഷക്കാലം വരെയും കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്കൊക്കെ ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം പിടിക്കുക എന്നർത്ഥം. ഗ്രഹിക്കുക, പിടിക്കുക, ഇങ്ങോട്ട് എടുക്കുക. അതിൻ്റെ വിശേഷ രൂപമാണ് അനുഗ്രഹം. അതുകൊണ്ട് ഭഗവാനെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണം പറയാറുണ്ട് ഞാൻ. അത് ഉള്ളിൽ തട്ടി പറഞ്ഞാൽ അങ്ങോട്ട് എടുക്കും. നല്ലോണം ആലോചിച്ചിട്ട് അല്ല, കളിയാക്കാൻ പറ, അങ്ങനെ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹം അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് എടുപ്പിക്കുക, അതാണ്. അപ്പം ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിടിക്കണം, അങ്ങോട്ട് പിടിച്ചെടുക്കണം. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട 9 പേരെയാണ് നമ്മൾ ആരാധിക്കുന്നത്, നവഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ട്. ഗ്രഹങ്ങൾ കോടാനുകോടിയുണ്ട്, പലതരം ഗ്രഹങ്ങളുണ്ട്. അതിൽ കുട്ടികളെ പിടികൂടുന്ന ഗ്രഹങ്ങളെയാണ് ബാലഗ്രഹങ്ങൾ. ആ ബാലഗ്രഹങ്ങളിൽ പ്രത്യേകത എന്താ വെച്ചാൽ ജനിച്ച കാലം തൊട്ടിട്ട് അവരുടെ ശരീരം, മനസ്സ്, വാക്ക് ഇതിനെയൊക്കെ ബാധിച്ച് അവർക്കുള്ള നോർമൽ ലൈഫിനെ ഇല്ലാണ്ടാക്കി വിടുന്ന അസുഖങ്ങളെയൊക്കെ പഴയ കാലത്ത് ഗ്രഹങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ വെള്ളം ഇറക്കാനും ഭക്ഷണം ഇറക്കാനും ബുദ്ധിമുട്ടാവും, ഛർദ്ദിക്കും. പെട്ടെന്ന് ചില കുട്ടികൾക്ക് വയറ് തട്ടി വീർക്കും. എത്ര തോളത്തിട്ടിട്ട് നമ്മൾ മുതുകത്ത് തട്ടിക്കൊടുത്താലും ഗ്യാസ് പുറത്തേക്ക് പോകില്ല കുട്ടികൾക്ക്. ചില കുട്ടികൾ പകൽ മുഴുവൻ ഉറങ്ങിയിട്ട് രാത്രി മുഴുവൻ ഉണർന്ന് കിടന്ന് കരയും. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ വിശേഷമായിട്ടുള്ള എന്താ പറയുക, വിശേഷത്തെ ഞാൻ ഉപയോഗിച്ചത് ഒരു രസമായിട്ടുള്ളൊരു സെൻസിലാണ്. പല വിധത്തിലുള്ള രോഗങ്ങൾ കുട്ടികളിൽ കാണാം. കുട്ടി ജനിക്കണ ദിവസം പാപിനി എന്ന് പറയണം ഒരു പെൺഗ്രഹമാണ് അത്ര ആവേശിക്കണത്. ആ സമയം തൊട്ടിട്ട് കുട്ടിക്ക് അമ്മയുടെ പാല് ദഹിക്കില്ല. അത് തലയിട്ട് തിരിച്ച് കിടക്കുക എന്നല്ലാണ്ട് അതിന് ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റില്ല. അതായത് അമ്മയുടെ മുലപ്പാല് ആദ്യത്തെ ദിവസം കിട്ടണ പാല് ശരിക്കും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാണ്ട് അത് മുഴുവൻ തുപ്പി പുറത്തു പോകും. ഇത് പാപിനി എന്ന് പറഞ്ഞ ഗ്രഹം ബാധിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ എന്താ പറയുക, ഓരോ രാത്രികളിലും ഈ പിടികൂടുന്ന ഗ്രഹങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഗ്രഹങ്ങൾക്ക് കൊടുക്കേണ്ട ബലി എന്താണ്, അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ഔഷധം എന്താണെന്നൊക്കെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പീഡിയാട്രിക്സ് പണ്ടുണ്ട്. കൗമാരവിദ്യ എന്ന് പറയും, കുട്ടികളുടെ വിദ്യ, കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികളുടെ ചികിത്സയാണ് ബാലചികിത്സയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ഗണ്ടാളി എന്ന് പറയുന്ന ഒരു ദേവതയുണ്ട്. 3-ാമത്തെ രാത്രിയിൽ വരുന്ന കാകോളി എന്ന് പറഞ്ഞ 4-ാമത്തെ രാത്രിയിൽ, ഹംസാധിക എന്ന് പറഞ്ഞ 5-ാമത്തെ രാത്രിയിൽ, ഫൾക്കാരി എന്ന് പറഞ്ഞ 6-ാമത്തെ രാത്രിയിൽ, ഇങ്ങനെ മുക്തകേശി, ശ്രീധണ്ഡി, ഊർധ്വഗ്രാഹി, രോദനി ഇങ്ങനെയൊക്കെ വന്ന് 1 മാസം 29 ദിവസം വരെയും ഓരോരോ ഇത് പറഞ്ഞ് 30-ാമത്തെ ദിവസം 1 മാസം തികയുമ്പോൾ ഒരു കുട്ടിയെ പിടികൂടണ ആ ഗ്രഹത്തിനെ പൂതന എന്ന് പറയും. ഈ പൂതന ബാധിച്ചു കഴിഞ്ഞാൽ ഈ ബാധിച്ച ശിശുവിൻ്റെ ശബ്ദം അടച്ചിട്ട് അത് കാക്കയുടെ ശബ്ദത്തിൽ കരയണം. കുട്ടിയുടെ തൊണ്ട വോക്കൽ കോഡ്സിനെ ബാധിക്കും. അപ്പോൾ കുട്ടി കാക്കയെ പോലെ കരയാം. ശ്വാസം ദ്രുതഗതിയിലാവും, അതായത് ക്രമമില്ലാത്ത ശ്വാസം, അങ്ങനെ ഏങ്ങിയിരിക്കും. സദാ ശരീരത്തിൻ്റെ വിയർപ്പിന് പോലും മൂത്രത്തിൻ്റെ മണ്ണുണ്ടാവും. ഇതൊരു രോഗമാണ്. ചിലപ്പോൾ കുട്ടികൾ മരിച്ചു വരെ പോവാം. മാത്രമല്ല കണ്ണുകൾ പീള കിട്ടും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ അതിൻ്റെ പരിഹാരത്തിന് ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കണം. ഭാഗവതം വായിച്ചിട്ടുള്ളവരുണ്ടോ? ഭാഗവതം വായിച്ചിട്ടുള്ളവരുടെ ഇപ്പം അത് കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞത് പൂതനയെ വധിച്ചതിന് ശേഷം ഉണ്ണിയെ കൊണ്ടായിട്ട് ഗോവസ്ത്രീകൾ യശോദര മടിയിൽ കാലിൽ കിടത്തിയിട്ട് ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കും. ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചിട്ടാണ് ആ ശുദ്ധിക്രിയ തുടങ്ങണത്. മാത്രമല്ല പശുവിൻ്റെ പല്ല്, ചത്ത പശുവിൻ്റെ പല്ലെടുത്തിട്ട് ആ പല്ല് കനലിലിട്ട് പുകയ്ക്കും. എന്നിട്ട് ആ പുക അടുപ്പിച്ചു കൊടുക്കും കുട്ടി. ഇത് ചികിത്സയാണ്. ഈ ചികിത്സ അവിടെ മഹർഷി പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് രണ്ട് സ്ഥലത്ത് നിന്നാണ് നമ്മൾ എടുത്തിട്ട് ചേർക്കണത്. ഇനി പൂതനയ്ക്ക് ദാനമുണ്ട്, പൂതന മൂർത്തിയാണ്. ഈ കുട്ടിയെ ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടി അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൂതനയ്ക്ക് കൊടുക്കേണ്ട എന്താ? മഞ്ഞ പട്ട കൊടുക്കേണ്ടത്, പീതവസ്ത്രം ദാനം ചെയ്യണം. അത് പോരാ, അവൾ കാളിയുടെ അംശം കൂടിയാണ്. അത് വരുന്നുണ്ട്. വാസ്തു
ശാരദാതിലകത്തിൽ വാസ്തുപൂജയുടെ വാസ്തുഹോമം ശാരദാതിലകത്തിൽ പറയുന്ന പ്രകാരം ചെയ്യുമ്പോൾ പൂതന അതിലൊരു ദേവതയാണ്. ഈ വാസ്തുപുരുഷൻ എന്ന് പറഞ്ഞ അസുരൻ്റെ മേലെ കയറിയിട്ട് കുറേ ദേവന്മാർ അങ്ങോട്ട് ഇരിക്കുകയാണല്ലോ. അവർക്കാണല്ലോ നമ്മൾ ഈ വാസ്തു പൂജ കൊടുക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ കിടക്കുന്ന ആ അസുരൻ്റെ പേരാണ് വാസ്തുപുരുഷൻ. ആ 54 ദേവതകളിൽ ഒരാളാണ് ഈ പൂതന. അപ്പോൾ അതുകൊണ്ട് അവൾ കാളിയുടെ അംശമായതുകൊണ്ട് അവൾക്ക് രക്തപുഷ്പവും രക്തചന്ദനവും എണ്ണവിളക്കും കൊടുക്കണം. 3 തരത്തിലുള്ള പായസം കൊടുക്കണം, മദ്യം കൊടുക്കണം, എള്ളു കൊടുക്കണം, മാംസം കൊടുക്കണം. ബലിയുണ്ട്, ശാക്തയാണ് പൂജ. ഇതൊക്കെ അവളുടെ സാന്നിധ്യമുള്ള ഉങ്ങ് എന്ന് പറഞ്ഞ മരമുണ്ട്. ആ മരത്തിൻ്റെ താഴെ തെക്കുവശത്ത് കാളിയാണ്, തെക്കുവശത്ത 7 ദിവസം ബലി നിഷ്കർഷമായിട്ട് കൊടുക്കണം. രസം എന്താ വെച്ചാൽ ഇതിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അന്ന് നടന്നതായിട്ട് ഈ പൂതനാ മോക്ഷം കഴിഞ്ഞിട്ടുള്ള വിവരണങ്ങളിൽ സൂചനകൾ കാണാം. അപ്പം കൃഷ്ണനെ ബാധിച്ചതൊരു രോഗമാണോ? ആ രോഗത്തിനെ ഒരു രാക്ഷസീഭാവം കൊടുത്തതാണോ? ഭഗവാൻ അതിനെ അതിജീവിച്ചതാണോ? ജനിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭഗവാൻ അതിഭയങ്കരമായിട്ടുള്ളൊരു രോഗം വന്നതാണ്. ആ രോഗത്തിനെ ഭഗവാൻ നിഷ്പ്രയാസം അതിജീവിച്ചു എന്ന് ഭാഗവതമൊക്കെ ശരിക്ക് വളരെ നിഷ്കർഷയായിട്ട് പഠിക്കുന്ന ആചാര്യന്മാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സമാധി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഇത് മുഴുവൻ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിനെ അക്കാഡമിക്കായിട്ട് പഠിക്കണവർക്കും കൂടെ ഭയങ്കര രസമാണിത്. അപ്പോൾ ഈ അസുഖം പലപ്പോഴും വരുന്നത് മുലപ്പാൽ മറ്റു വ്യക്തികൾ കുട്ടിക്ക് കൊടുത്താലാണ് അത്ര. പെറ്റ അമ്മയല്ലാത്ത ആൾക്കാർ മറ്റു വ്യക്തികൾ കുട്ടിക്ക് കൊടുത്താൽ വരുന്ന ഒരു അസുഖമാണ് ഇതെന്ന് അഥർവം സൂചിപ്പിക്കുന്നു. അഥർവത്തിൽ ഇതിനുള്ള മന്ത്രങ്ങളുണ്ട്. ഈ പൂതന എന്ന് പറയുന്ന രോഗം പോകാനുള്ള മന്ത്രങ്ങളുണ്ട്. വേദത്തിൽ പൂതന എന്നുള്ള ശബ്ദം, ഇപ്പം കുബേരൻ എന്നുള്ള ശബ്ദം വേദത്തിൽ കാണും ഒരു രാക്ഷസനായിട്ടാണ്, നമ്മളറിയണ കുബേരനായിട്ടല്ല. കൃഷ്ണൻ എന്ന പേരിലും ഒരു അസുരൻ്റെ പേരായിട്ടാണ് ചില സ്ഥലങ്ങളിൽ കാണാം. പക്ഷെ വാസുദേവ ശബ്ദം വേറെ തരത്തിൽ കാണാം, പുരുഷൻ എന്നുള്ള പേര് വേറെ തരത്തിൽ കാണാം, വിഷ്ണു എന്നുള്ള വേറെ തരത്തിൽ കാണാം. കാരണം വേദത്തിലെല്ലാം സിംബോളിക്കാണ്. രാമശബ്ദം, രാധാശബ്ദം, രാധാശബ്ദമൊക്കെ വരുന്നത് ഈ രാധ എന്നുള്ള അർത്ഥത്തിലല്ല, ബ്രഹ്മജ്ഞാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഗണപതി, ബ്രഹ്മണസ്പതി എന്നൊക്കെ വരുന്നത് ബ്രഹ്മത്തെ കുറിക്കണ വാക്കുകളായിട്ടാണ്. അപ്പോൾ വേദമാണ് നമ്മുടെ സകലത്തിൻ്റെയും മൂലം എന്നുള്ളത് കൊണ്ട് പൂതന എന്നുള്ളത് കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമായിട്ട് പറയപ്പെടുന്നു. ഭഗവാൻ 2 പ്രാവശ്യം രോഗം വരുന്നു കൃഷ്ണൻ ജീവിതത്തിൽ, 2 തവണ. ആദ്യത്തെ തവണ ഭഗവാനെ എന്താ പറയുക, പൂതന ബാധിക്കുമ്പോൾ. 2ാമത്തെ തവണ ബാണയുദ്ധത്തിൻ്റെ സമയത്ത് ശിവജ്വരം ബാധിക്കുമ്പോൾ. ശിവജ്വരം ഭഗവാനെ ബാധിക്കും. 2 തവണയും ഭഗവാൻ മറുമരുന്നുണ്ടാക്കുന്നു. ഇവിടെ ഭഗവാൻ ആ രോഗത്തെ നിശേഷം നശിപ്പിച്ചു. അവിടെ ഭഗവാൻ അതിനൊരു ആൻറ്റിഡോട്ട് വാക്സിൻ ഉണ്ടാക്കി. വിഷ്ണുജ്വരം എന്ന പേരിലൊരു വാക്സിൻ ഉണ്ടാക്കി. ബാണയുദ്ധത്തിൽ കാണാം, ശിവജ്വരം വന്ന് ആക്രമിക്കുമ്പോൾ ഭഗവാനിൽ നിന്ന് വിഷ്ണുജ്വരം പുറപ്പെട്ടിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സമാധി ഭാഷയുടെ അർത്ഥത്തിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു ഒന്നാന്തരം ജന്മനാ വൈദ്യനാണ്. ആ വൈദ്യൻ, അപൂർവ വൈദ്യൻ, ഔഷധ ചക്രേശ്വരൻ എന്നൊക്കെ വിളിക്കും നമ്മൾ ഗുരുവായൂരപ്പനെ. അങ്ങനെയുള്ള ഭഗവാന്റെ ജീവിതത്തിലെ 2 ഭഗവാന് രോഗം വരുന്ന അവസ്ഥ. പുരിയിൽ അറിയാമല്ലോ നിങ്ങൾക്ക്, പുരിയിൽ എല്ലാ വർഷവും ജഗന്നാഥന് പനി വരും. ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പർക്ക് കുറച്ച് ദിവസം പനിയാണ്. പുതപ്പൊക്കെ പുതച്ചു കൊടുക്കും. ഭക്ഷണമൊന്നും കട്ടിയുള്ള ഭക്ഷണം കൊടുക്കില്ല. മരുന്ന് കഷായമൊക്കെ ഉണ്ട്. വളരെ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ ഉള്ളൂ. നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഇരിക്കണ വരിയാണ്. ശരിക്കും ടെമ്പറേച്ചർ കൂടും ആ സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ, ജഗന്നാഥന്. അപ്പം ഇനി മറ്റൊരാംഗിളിൽ ഈ കഥയെ കാണാം. കൃഷ്ണൻ ആ കാലത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള സകല ആരാധനാ രീതികളെയും തകർക്കുക, ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അന്ന്
അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഇന്ദ്രനെ പൂജിച്ചിട്ട് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗോപന്മാർ ഇന്ദ്രയാഗം ഇന്ദ്രപൂജ നടത്താൻ പോകുമ്പോൾ ഈ ചെറിയ കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഇതിലിപ്പോൾ ഇന്ദ്രനിപ്പോൾ എന്താ ചെയ്യണത്? ഇന്ദ്രനൊന്നും ചെയ്യുന്നില്ല, നമുക്ക് സകലതും തരുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ്, അതുകൊണ്ട് ഗോവർദ്ധനത്തിനെയാണ് പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഗോവർദ്ധനത്തിനെ പൂജിപ്പിച്ച് ഒരു പുതിയ ആരാധനാക്രമം ഉണ്ടാക്കുന്ന സ്വഭാവം ചെറുപ്പത്തിലേ കാണാം ഭഗവാന്റെ. ഗീത വായിക്കുമ്പോഴും നമുക്ക് ശരിക്കും മനസ്സിലാവും. കംസന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ആരാധിച്ചിരുന്ന മന്ത്രവാദിനിയായിട്ടുള്ള ഒരു ദുർമൂർത്തിയായിരുന്നു പൂതന എന്നും അവളുടെ ആരാധനയെ കൃഷ്ണൻ ഇല്ലാണ്ടാക്കിച്ചതാണെന്നും ഇതേപോലെ ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്. അതിൽ കഴമ്പുണ്ടാവാം. കാരണം ഭഗവാൻ സമൂഹത്തിലുള്ള എന്തൊക്കെ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നോ അത് മുഴുവൻ പൊളിച്ചു കളഞ്ഞ ആളാണ്. കാരണം ഭഗവാന്റെ കാലത്തും അബദ്ധധാരണകളുണ്ട്, അന്നും കഥ മാത്രം കേട്ടിരുന്ന ആൾക്കാരുണ്ട്. അത് പൊളിച്ചു കളയാന്നുള്ളതാണ് ഭഗവാന്റെ ജോലി. ഭഗവാന്റെ ഒരു ഐക്കണോക്ലാസ്റ്റ് ആയിരുന്നു, വിഗ്രഹപഞ്ചകനായിരുന്നു. ഭഗവാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനവധി ദിവ്യന്മാരാണെന്ന് സ്വയം നടിച്ചിരുന്നവരുടെയും അന്നത്തെ കാലത്ത് അനവധി പദ്ധതികളെയും ഭഗവാൻ നിഷ്കരണം തല്ലി തകർത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ കൃഷ്ണൻ പിറന്ന രാത്രി പറയുന്നതിന് ഒരു 2 ദിവസം മുന്നേ തിരുവനന്തപുരത്ത് കൃഷ്ണൻ എന്തിനാണ് അവതരിച്ചതെന്നൊരു പ്രഭാഷണം ചെയ്തിരുന്നു. ഇവിടെ വരണേൻ്റെ ഒരു 2 ദിവസം മുമ്പ് അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാമൻ്റെ കാലമായപ്പോഴേക്കും വൈദിക ധർമ്മം നശിച്ച് കാട് പിടിച്ച് കിടന്നതിനെ കാട് വെട്ടിത്തെളിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടാണ് രാമാവതാരം പോയത്. കൃഷ്ണൻ്റെ കാലമായപ്പോഴേക്കും അത് വീണ്ടും നശിച്ചിട്ട് കാടൊന്നും വെട്ടിത്തെളിച്ചാൽ പോരാന്നായി. മൂപ്പരപ്പോൾ ഒരു JCB കൊണ്ടുവന്ന് ആ സ്ഥലം മൊത്തം കുത്തിയിളക്കി നിരപ്പാക്കി പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ച് പുതിയൊരു ലോകക്രമം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അത് ഏകദേശം ബുദ്ധൻ്റെ കാലം വരെ നിലനിന്നിട്ടുണ്ട്. ഭഗവാൻ ധർമ്മരക്ഷകനായി. ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളതല്ല, പുനർനിർമ്മിക്കുകയും ചെയ്തു കൃഷ്ണൻ. ധർമ്മ പുനഃസ്ഥാപകനല്ല കൃഷ്ണൻ, പുനർനിർമ്മാതാവാണ്. റീകൺസ്ട്രക്റ്റാ ചെയ്ത്, ഫ്രം സ്ക്രാച്ച് ആണ് ബിൽഡ് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പൂതനയുടെ വധം. അശുദ്ധിയുള്ള ആത്മാവിനെ ശുദ്ധമാക്കുന്ന ക്രിയയാണ് ഒരു ജീവാത്മാവ് ഭൂമിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. അതാണ് പൂതനാമോക്ഷത്തിൽ കൂടെ കഥ തുടങ്ങുന്നത്. രാമായണം നോക്കൂ, താടകയെ ഒരു സ്ത്രീയെ കൊന്നിട്ടാണ് ഈ 2 അവതാരങ്ങളും പരാക്രമം തുടങ്ങുന്നത്. ഭഗവാൻ അറ്റ്ലീസ്റ്റ് രാമൻ 10-12 വയസ്സ് വരെ വെയിറ്റ് ചെയ്തു. ഇത് ടൈമില്ല, ഇറങ്ങി ഉടനെ പണിയാണ്. ഇറങ്ങി ഉടനെ ജോലി തുടങ്ങി, പേര് പോലും ഇട്ടിട്ടില്ല, അതിനു മുമ്പേ ജോലി തുടങ്ങി. 2 സ്ത്രീകളെ കൊന്നിട്ടാണ്. എന്തുകൊണ്ടാണ്? പൂതനയും വാസനാരൂപിയാണ്, താടകയും വാസനാരൂപിയാണ്. നമ്മുടെ അകത്ത് നമ്മുടെ പൂർവജന്മങ്ങളിൽ നിന്ന് കിടക്കുന്ന വാസനകൾ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് നല്ല വെള്ളം ചമഞ്ഞാലും സാഹചര്യം ഒത്തു വന്നാൽ ഇത് പൊട്ടി പുറത്തു വരും. ആരും കാണുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യണ എത്രയോ വൃത്തികേടുകളുണ്ട് ഈ ലോകത്ത്. ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാനം നമ്മുടെ പൂർവ്വവാസനകളാണ്. ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ തൻ്റെ പൂർവ്വവാസനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പോലും നുള്ളിക്കളഞ്ഞിട്ട് തന്നെ ശുദ്ധമാക്കിയതാണ് വാസ്തവത്തിൽ പൂതനാമോക്ഷത്തിൻ്റെ അടിസ്ഥാനം. അല്ലാത്തൊരുത്തിന് ധർമ്മം പുനഃസ്ഥാപിക്കാൻ പറ്റില്ല, പുനർനിർമ്മിക്കാൻ സാധിക്കില്ല. അവനവനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇൻഫൻസിയിലാണ്. ശിശുവായിട്ട് കൈക്കുഞ്ഞായി കിടക്കുന്ന സമയത്തെ ഭഗവാൻ അത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനെ കഥകൾ എങ്ങനെ എടുത്താലും ആയിരക്കണക്കിന് അർത്ഥങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓരോ അർത്ഥവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ്. പക്ഷെ ഒരർത്ഥമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇത്ര നേരം ഞാനിപ്പോൾ പറഞ്ഞതിൽ അനവധി കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്തു പോയി. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തരിക, നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കാനുള്ള എന്തൊക്കെ പ്രക്രിയയുണ്ടോ. പുകയണു വിളക്ക് കെട്ടു, അത് കെടുക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ആക്കിയാൽ മതി. പുകയാണ് ഒരു എന്താ പറയുക, ഈ അന്ധക വൃഷ്ണി വംശം അതവിടെ നടന്നോട്ടെ, നിങ്ങളുടെ ശ്രദ്ധ മാറണം.
അന്ധക വൃഷ്ണിവംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ സഹോദരന്മാരായിരുന്നു ശൂരസേനും ഉഗ്രസേനും. വാസ്തവത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ചേട്ടനും അനിയനും അവരുടെ മക്കളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ അവരുടെ കാലഘട്ടം അത് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ശൂരസേന പുത്രനാണ് വസുദേവൻ. ശൂരസേനൻ്റെ പുത്രിയാണ് കുന്തി. വളർത്താൻ കൊടുത്തതാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള കുന്തി ഭോജൻ. അങ്ങനെയാണ് കുന്തി എന്ന് പേര് വരുന്നത്. ഉഗ്രസേനൻ്റെ പുത്രനാണ് ആയിട്ടാണ് കംസൻ അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ദേവകി. വൃഷ്ണിവംശത്തിൻ്റെ ഈ ചരിത്രം എടുക്കുമ്പോൾ ഉഗ്രസേനന് വിദർഭയിലെ ഒരു രാജാവുണ്ടായിരുന്നു, സത്യകേതു എന്നും. ആ സത്യകേതുവിൻ്റെ അതിസുന്ദരിയായിട്ടുള്ള പുത്രി പത്മാവതി എന്ന് പറയും. ആ പത്മാവതിയെ കല്യാണം കഴിച്ച് മധുരയ്ക്ക് കൊണ്ടുപോയെങ്കിലും ഇടക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് ഈ പത്മാവതി വിദർഭയിലേക്ക് തിരിച്ചു വന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് കഴിയണ കാലത്ത് പാവം പെൺകുട്ടി അവൾ ഒരാവൽസംഖ്യ ഇല്ലാണ്ട് ആ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് കുബേരൻ്റെ അനുചരനായിട്ടുള്ളൊരു രാക്ഷസൻ, ഗോപിലൻ എന്ന് പേരുള്ളൊരു രാക്ഷസൻ, അത് ദ്രമിളൻ എന്നും ചില കഥകളിൽ പറയാറുണ്ട്. ദ്രമിളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ എന്നാണ് ശരിക്കും ആ പഴയ വാക്കിൻ്റെ അർത്ഥം. സൗത്ത് ഇന്ത്യൻ ആണോ എന്ന് അറിഞ്ഞുകൂടാ. കുബേരൻ്റെ ആളാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ ആയിരിക്കണം. കാരണം ബദരിയാശ്രമത്തിൻ്റെ അപ്പുറത്താണ് കുബേരൻ്റെ നാട്, അളകാപുരി. ഗോപിലൻ എന്നുള്ള പേരിലൊരു മഹർഷിയുണ്ട് സാമവേദത്തിൽ. ഗോപില ഗൃഹസൂത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രന്ഥമുണ്ട്. ആ ഗോപിലനല്ല, ഇതൊരു ഒരു രാക്ഷസനായിട്ടുള്ള ഗോപിലൻ. ആകാശമാർഗം അവൻ്റെ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യക്ഷന്മാർക്ക് ഈ വിമാനങ്ങൾ ഒരുപാടുണ്ട്. അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വിദർഭയിലെ രാജകുമാരിയെ കണ്ട് എത്ര സുന്ദരിയാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഉദ്യാനത്തിലേക്ക് ഇറങ്ങി വന്ന് അവളെ ബലാത്സംഗം ചെയ്തു. അതായത് മറ്റൊരാളുടെ പത്നിയാണ്. അവൾ എതിർത്തെങ്കിലും കരഞ്ഞു വിളിച്ചെങ്കിലും രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. കാരണം ഇയാളുടെ മായാവിദ്യ കൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതുപോലും ആരും അറിയില്ല. അതിന് എന്നിട്ട് അവൾ വളരെ രോഷത്തോട് കൂടിയിട്ട് ഗോപിലൻ്റെ അടുത്ത് വാഗ്വാദമൊക്കെ നടക്കുന്നുണ്ട് അതിന് ശേഷം. പക്ഷെ ഗോപിലൻ അതിന് ചില ന്യായങ്ങളൊക്കെ പറയും. എപ്പോഴും മനുഷ്യൻ അങ്ങനെയാണല്ലോ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എവിടെയും കേൾക്കാത്ത ന്യായങ്ങൾ അവതരിപ്പിക്കപ്പെടും. എപ്പോഴും വാദിഭാഗത്തിനെക്കാട്ടിലും പ്രതിഭാഗമായിരിക്കും ന്യായങ്ങൾ കൂടുതൽ പറയാം. അതുപോലെ ഗോപിലൻ അനവധി ന്യായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പത്മാവതിയുടെ ജീവിതം അതോടുകൂടി തകർന്നു. ഒരു ബ്ലേറ്റൻ റേപ്പാണ് നടന്നത്. അന്തപുരത്തിൽ വന്നു, അമ്മ മുറിയിലേക്ക് വന്നപ്പോൾ മകൾ തകർന്ന് ഇരിക്കുകയാണ്. എന്താ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായതൊക്കെ പറഞ്ഞു. അവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അച്ഛൻ സത്യകേതുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അച്ഛനും അമ്മയും മകളുടെ അവസ്ഥ അറിഞ്ഞ് ഹൃദയം തകർന്ന അവസ്ഥയായി. പക്ഷേ ഇതാരും അറിയരുത്, എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം ആനി അമ്പാനിയും കുറേ എക്സ്ട്രാ സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഉഗ്രസേനൻ്റെ അടുത്തേക്ക് അയച്ചു. ഉഗ്രസേനനാണെങ്കിൽ ഭാര്യയെ വളരെ സ്നേഹമാണ്, വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് പാവം ഈ സംഭവിച്ചു ഒന്നും അറിഞ്ഞില്ല. പത്മാവതി പറഞ്ഞില്ല, പത്മാവതി അച്ഛനമ്മമാരും പറഞ്ഞില്ല, ഉഗ്രസേനൻ അറിഞ്ഞേയില്ല. തൻ്റെ ഭാര്യ ബലാത്സംഗത്തിലൂടെ ഗർഭിണിയായ വിവരം അറിഞ്ഞില്ല. പത്മപുരാണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കഥ. പത്മാവതി ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണം. ആദ്യം അവൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയുള്ള ഔഷധങ്ങൾ അന്വേഷിക്കും. ഓരോ ഡിഗ്രി ശക്തിയുള്ള ഔഷധങ്ങൾ കഴിച്ചിട്ടും ഗർഭം അലസില്ല. എത്രമാത്രം വീര്യം കൂടിയ ഔഷധം കഴിക്കണോ അത്രയും ശക്തിയിൽ ആ ഭ്രൂണം വളരുന്നു. അങ്ങനെ വളർന്ന് ഒരു ഘട്ടം എത്തുന്ന സമയത്ത് അവൾ ഏറ്റവും കൊടിയൊരു വിഷം തന്നെയും
ആ ശിശുവിനെയും നശിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു വിഷം എടുത്തിട്ട് ഭക്ഷിക്കുന്ന സമയത്ത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി, അമ്മേ എന്നെ കൊല്ലാൻ നോക്കണ്ട, ഞാൻ മരിക്കില്ല, ഞാൻ പൂർവത്തെ വിഷ്ണു വധിച്ച കാലനേമി എന്ന് പറഞ്ഞ അസുരനാണ്, എനിക്ക് ജനിച്ചേ പറ്റൂ, അമ്മ എന്ത് ശ്രമിച്ചാലും എന്നെ വധിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് മാസം തികഞ്ഞ് എന്നെ പ്രസവിച്ചാലല്ലാതെ അമ്മയ്ക്ക് ഇതൊന്നൊരു മോചനം കിട്ടാൻ പോകുന്നില്ല. എനിക്കറിയാം അമ്മയുടെ വയറ്റിൽ ഞാൻ ഊറിയിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. വാസ്തവത്തിൽ അമ്മയുടെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ എനിക്ക് അമ്മയെപ്പോലും ഇപ്പോൾ പേടിക്കേണ്ട അവസ്ഥ വന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ അടിസ്ഥാന വികാരം ഭയമാണ്. ഞാൻ പേടിച്ചിട്ടാണ് ഇരിക്കണം. ഏതോ ഒരു ശക്തി അമ്മ കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷത്തിനെ മാത്രമല്ല ഗർഭത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്, അല്ലേ? ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഭഗവാൻ കംസനെയും രക്ഷിച്ചിട്ടുണ്ട്. അത്ര വീര്യം കൂടിയ മരുന്നുകളാണത്ര ഈ 10 മാസം അവർ കഴിച്ചിരിക്കണം. അവസാനം കാലം തികഞ്ഞ് പത്മാവതി പ്രസവിച്ച നിമിഷം തന്നെ കുട്ടിയെ നോക്കാനോ മുലപ്പാൽ കൊടുക്കാൻ പോലും അവൾ തയ്യാറായില്ല. ആ കൈകാലിട്ടടിക്കുന്ന പിഞ്ചു കുഞ്ഞിനെ നോക്കിയിട്ട് ശപിച്ചു, ദുഷ്ടജന്മമേ, നീ യാദവനെയല്ല, നീ ആ മേൽവിലാസത്തിൽ ജീവിക്കാൻ പോകുന്നവനാണ്, നിന്നെ യഥാർത്ഥനായിട്ടുള്ളൊരു യാദവൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആ വെറുപ്പ് മുഴുവൻ ആ ജനിച്ചു വീണ കുട്ടിയുടെ മേലെ ശപിച്ചിട്ട് അവൾ എഴുന്നേറ്റ് പോയി ആത്മഹത്യ. ആ കുട്ടിക്ക് കംസൻ എന്ന് പേരിട്ടു. ചെറുപ്പം തൊട്ട് അമ്മയെ കൊന്നവൻ, യാദവനല്ലാത്തവൻ, ഇങ്ങനെ 10 വയസ്സോളം പ്രായം വരെ സകല ആൾക്കാരുടെ അപമാനവും പീഡനവും മുഴുവൻ അനുഭവിച്ച് മാനസികമായി തകർന്ന് ഭയന്ന് വളരുന്നൊരു കുട്ടി എന്തായിത്തീരുന്നു നമുക്ക് ആലോചിക്കാം. 2 തരത്തിലേ സംഭവിക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ അവൻ വൈരാഗിയായി പോകും, അത് അപൂർവ, അല്ലെങ്കിൽ അവൻ ലോക കണ്ടകനാണ്, അശോകനൊക്കെ ആയ പോലെ. നമ്മളിന്നീ കരുതുന്ന വലിയ മഹാനായിട്ടുള്ള അശോക ചക്രവർത്തി എന്തായിരുന്നു എന്ന് ചരിത്രം ശരിക്കും പഠിച്ചറിയും. അശോകൻ്റെ അച്ഛൻ ബിന്ദുസാരൻ ഒരു വുമണൈസറായിരുന്നു. ഏതോ ഒരു ദാസിയിലുണ്ടായ മകനാണ്, അല്ലാണ്ട് രാജവംശമൊന്നുമല്ല. അദ്ദേഹം തന്നെ ഹാഫ് ഗ്രീക്കാണ്. അച്ഛൻ ചന്ദ്രഗുപ്ത മൗര്യൻ, അമ്മ സെലൂക്യസിൻ്റെ മകള് അലക്സാണ്ടറുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ അതിസുന്ദരൻ അദ്ദേഹം. അനവധി സ്ത്രീകളായിരുന്നു അന്തഃപുരത്തിൽ. അതിലേതോ അയാൾക്ക് പോലും അറിയില്ല ആരിലുണ്ടായ കുട്ടിയാണെന്ന്. അങ്ങനെയായിരുന്നു അശോകൻ്റെ അവസ്ഥ. വളരെ ചെറുപ്പത്തിൽ വസൂരി വന്നു, മുഖം മുഴുവൻ വസൂരിക്കലകളായിരുന്നു. എല്ലാവരും കളിയാക്കും. ഒറ്റ വെട്ടിന് 19 പെൺകുട്ടികളെ കൊന്ന ചരിത്രമുണ്ട്. വെറും 16 വയസ്സുള്ള അശോകന് കളിയാക്കി എന്നുള്ള കാരണം കൊണ്ട് അത്ര ക്രൂരനായിരുന്നു. അപ്പോൾ അശോകൻ അതാവാമെങ്കിൽ കംസൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു നമുക്ക് ചിന്തിച്ചാൽ അറിയാം. നമ്മളെപ്പോഴും പറയും ചൈൽഡ്ഹുഡ് മോശമായ ആ വ്യക്തി മഹാകുഴപ്പമില്ല. ബാല്യകാലം മോശമായ ഒരു സമൂഹമാണ് ഒരു ക്രിമിനലിനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ സത്യമാണ്. കംസൻ ജന്മനാ ക്രൂരനല്ല. ആണോ എന്ന് ചോദിച്ചാൽ ആണ്, വാസന ഉണ്ട്. പക്ഷെ പൂർവത്തിൽ ലോകത്തിനെ മുഴുവൻ പേടിപ്പിച്ചിരുന്നവൻ അവൻ്റെ കർമ്മം തീർത്തത് എങ്ങനെയാ? ഭഗവാനെ പേടിച്ച് ജീവിച്ചിട്ടാണ്. പേടി കൊണ്ട് അവൻ ആക്രമിച്ചതല്ല, അവര് ഭയം കൊണ്ടാണ് അവൻ സകലവരെ ആക്രമിച്ച് കീഴടക്കി. എന്നിട്ടും കീഴടക്കാൻ പറ്റാത്ത, താൻ കാണാത്ത തൻ്റെ മരുമകനെ ആലോചിച്ച് പേടിച്ചിരുന്ന് അവസാനം അവനെ കണ്ടപ്പോഴേക്കും പാതി ചത്ത അവസ്ഥയും പിന്നെ ഒരൊറ്റ അടിക്ക് കഥയും കഴിഞ്ഞു. ഭയന്ന് മരിച്ച ഏക ആള് കംസനാണ് ഭഗവാൻ. ബാക്കി ആരും ഭയന്നല്ല മരിച്ചിട്ടുള്ളൂ, യുദ്ധം ചെയ്താൽ മരിച്ചു. കംസന് ഭയന്ന് മരിക്കുക എന്നുള്ള കംസന്റെ കർമ്മഫലം. അപ്പോൾ അങ്ങനെ വളർന്ന ഒരു കുട്ടിയെ, ആരും നോക്കാനില്ലാത്തൊരു കുട്ടിയെ, മുലപ്പാല് കൊടുക്കാൻ പോലും അമ്മ ജീവിച്ചിരിക്കാത്തൊരു കുട്ടിയെ ആ കൊട്ടാരത്തിലെ ഒരു ദാസി, രാക്ഷസി, അവൾക്ക് കുട്ടികളില്ല. കാരണം പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. അതിനു മുൻപ് 3-4 കുഞ്ഞുങ്ങൾ ഗർഭവലസിയും പോയി. മക്കളില്ലാത്തതിൻ്റെ വേദന എന്താണെന്ന് ആ രാക്ഷസിക്ക് അറിയാം. അവളുടെ പേരാണ് പൂതന. അവളാണ് കംസനെ വളർത്തിയത്. കംസന് ന്യായശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്.
ഓരോ ഘട്ടത്തിലും കംസന് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പത്മപുരാണത്തിലൊക്കെ ഹരിവംശത്തിലും, ഹരിവംശച്ച മഹാഭാരതത്തിൻ്റെ അപ്പൻഡിക്സാണ്. മഹാഭാരതത്തിൽ കൃഷ്ണൻ്റെ കഥ മുഴുവൻ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഹരിവംശമായിട്ട് എഴുതി, അതും പോരാനിട്ടാണ് ഭാഗവതം എഴുതിയതെന്നാണ്. സെമന്തകമൊക്കെ ശരിക്കും വിസ്തരിച്ച് വരുന്നത് ഹരിവംശത്തിലാണ്. നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്, സ്ഥിരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അതിൽ കുറച്ച് ആഭാസത്തരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആഭാസത്തരം, സംസ്കൃതത്തിൽ ആഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അർത്ഥം റിഫ്ലക്ഷൻ എന്നാണ്, നല്ല അർത്ഥം. മലയാളത്തിലാണ് വാക്ക് ആഭാസം എന്നായിട്ട് മാറുമ്പോൾ അത് മോശമായിട്ട് മാറണം. ചിലർ ചോദിക്കും, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ആ കുട്ടി 7ാമത്തെ 8ാമത്തെ കുട്ടിയാണ് കൊല്ലുക എങ്കിൽ പിന്നെ എന്തിനാണ് കംസൻ ഇവരെ ഒരേ മുറിയിൽ തടവിലിട്ടാൽ ചോദിക്കും. ദേവകിയും വസുദേവനെയും ഒന്നിച്ച് പാർപ്പിച്ചത് എന്തിനാണ്? അവരെ വെവ്വേറെ പാർപ്പിച്ചാൽ പോരെ, കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ, വിഡ്ഢിത്തരല്ലേ. കംസനും അതാ ചിന്തിച്ചത്, ആരും ഡിസ്കസ് ചെയ്യാറില്ല. കംസൻ അവരെ വെവ്വേറെയാണ് താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. പൂതനയാണ് വന്നിട്ട് പറയണത്, നീ വേണ്ടത്ര ശാപം ഓൾറെഡി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മോനെ ഞാൻ പറയണ ശ്രദ്ധിച്ച് കേൾക്കും. ഒരു സ്ത്രീ ഓരോ മാസവും ഋതുമതിയാവുമ്പോൾ പിതൃക്കൾക്ക് ജനിക്കാനുള്ളൊരവസരം നഷ്ടപ്പെടുന്നു. അതിൻ്റെ ഒരു പാപം തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോ ആ ജനിക്കാനുള്ളവരുടെ സാഹചര്യത്തെ പോലും ഇല്ലാണ്ടാക്കുന്ന വിധം നീ ഇവരെ വെവ്വേറെ താമസിപ്പിച്ച കംസ, നിന്റെ മുന്നോട്ടുള്ള ഗതി എന്താവെന്ന് പറയാൻ പറ്റില്ല. അത്ര വലിയ പിതൃശാപമാണ് നമുക്ക് വന്ന് ഭവിക്കുക. അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും നീ ആ കുട്ടിയെ കൊല്ലും എന്ന് ദേവകിക്കും വസുദേവർക്കും അറിയാമല്ലോ. അത്രയും അറിഞ്ഞിട്ടും അവർ മക്കളെ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുണ്ടാക്കട്ടെ, അത് അവരുടെ കാര്യമാണ്, അവരുടെ പാപമാണെന്ന് പൂതനയുടെ ലോജിക്കാണ്. ഈ വിധത്തിൽ ഉപദേശിച്ചപ്പോഴാണ് അപ്പോൾ ഞാനെന്തായാലും കൊല്ലും, എനിക്കതിൽ പാപമില്ലല്ലോ. ഇല്ല, നീ കൊല്ലുന്നറിഞ്ഞിട്ടും പുത്രന്മാരെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അത് അവരുടെ പാപമാണ് എന്ന് പൂതന പറഞ്ഞ് കേട്ടിട്ടാണ് അത്രേ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് താമസിപ്പിച്ചു തുടങ്ങി. അത്രയ്ക്കും ഉപദേഷ്ടാവായിട്ടുള്ള ഒരാളായിരുന്നു പൂതന. അവസാനം കംസന് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് കണ്ടപ്പോഴാണ് കുട്ടി നഷ്ടപ്പെട്ടു പോയി, കുട്ടി എവിടെ പോയി എന്നറിയില്ല, കൊണ്ടുവന്ന പെൺകുട്ടി ആ പരാശക്തി ആകാശത്തേക്കും പോയി. പൂതന ഇറങ്ങി പുറപ്പെടുകയാണ് തൻ്റെ മകൻ്റെ ഭയമകറ്റാൻ, തൻ്റെ വളർത്തു മകൻ്റെ ഭയമകറ്റാൻ ഇറങ്ങി പുറപ്പെട്ടാണ്. ചില അമ്മമാരങ്ങനെയാണ്, മക്കൾക്ക് ആപത്ത് വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ ഇറങ്ങിപ്പോകും. അത് എത്ര വലിയ കൊടൂര കൃത്യത്തിനാണെങ്കിലും അവരിറങ്ങി ചെല്ലും. അങ്ങനെ ഇറങ്ങി പോയ ഒരു മാതാവാണ് പൂതന. അങ്ങനെയുള്ള പൂതന ഏതൊക്കെ തരത്തിൽ പ്രധാനമാണ് നമ്മുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ആത്മാവ് അശുദ്ധമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ മുൻപ് ഓരോ കഥ വായിക്കുമ്പോഴും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളൊക്കെ സിനിമ കണ്ട് ശീലിച്ചിട്ടുള്ള ജനതയായതുകൊണ്ട് നമുക്ക് ഈ നായകനെ കേന്ദ്രീകരിച്ച് മാത്രം ന്യായം കണ്ടെത്തുന്ന ഒരു സ്വഭാവം. പ്രകൃതി അങ്ങനെയല്ല വർക്കിയുള്ളത്. പരാശക്തിയുടെ രീതി അതല്ല, അമ്മയുടെ രീതി വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നദി ഒരു ദുഷ്ടൻ്റെ അടുത്തും നീ എൻ്റെ വെള്ളം കുടിക്കണ്ടെന്ന് പറയില്ല. ഭഗവാനെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതാദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അവിടെ വിലപ്പോയി. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, അത്ര അടുപ്പുള്ളവരോട് പ്രത്യേകിച്ച് ഉണ്ണിയായിട്ട് കാണുന്നതും അതിനെ ചീത്ത പറയണതും അതിനെ കുളിപ്പിക്കുന്നതും ലാളിക്കുന്നതും അതിനോട് ഓടിക്കളിക്കുന്നതും ഒക്കെ ശരി. പക്ഷെ ദിവസാവസാനത്തിൽ ഉറങ്ങാൻ മുമ്പ് പറയണം, മഹാപ്രഭോ പരബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ, നിന്നെ ഈ ചെറിയ കുട്ടിയായിട്ട് ഞാൻ കാണുന്നത് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. കാരണം ഇത് ചെറിയ ആളല്ല. എന്ത് പുത്രഭാവത്തിലാണെങ്കിലും എന്ത് കാമുകഭാവത്തിൽ കാണുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബോധം വേണം, ഇത് പരബ്രഹ്മമാണ്.
അപ്പോൾ ആ പരബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്താ? അത് നല്ലവനും കെട്ടവനും ഒക്കെ അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ശുദ്ധമായിട്ടുള്ളതിനും ക്ഷുദ്രമായിട്ടുള്ളതിനും അവകാശപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാം ഭഗവാനാണ്. സകല വസ്തുക്കളും ഭഗവാനാണ്. കാണായതൊക്കെ ഭഗവാനാണ്. സൃഷ്ടി തന്നെ മായയാണ്. അതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സ്ഥിതിയും മായയാണ്. അത് സംഹരിക്കണമെന്ന് തോന്നിപ്പിക്കുന്നതും മായയാണെന്നുള്ളതാണ് ബ്രാഹ്മിമായ, വിഷ്ണുമായ, ശങ്കരിമായ എന്ന് പറയുന്നത്. ഈ മൂന്നുമായി ഇരിക്കുന്നത് ഭഗവാനിലാണെന്നാണ്. അതുകൊണ്ടാണ് ഉദ്ധവനോട് പറയണത്, ഉദ്ധവ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് പറയണു. ഇതാണ് വേദാന്തം പറഞ്ഞ നമ്മൾ. കയറിനെ കണ്ടിട്ട് അരണ്ട വെളിച്ചത്തിൽ അയ്യോ പാമ്പ് അവർ ചാടും, പിന്നെ അടുത്ത് നോക്കുമ്പോൾ കയറ്. ഇതാണ് മായാവതി. ഭഗവാൻ ഒരു പടി കൂടെ കടന്നിട്ട് പറയണ്, അവിടെ പാമ്പുമില്ല കയറുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പാമ്പുമില്ല കയറുമില്ല. പാമ്പ് തോന്നലാണെങ്കിൽ കയറും തോന്നലാണ്, അതുമില്ല. ഉള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഹയർ ലെവലാണ്. ആ അവസ്ഥയിലേക്കുള്ള യാത്രയ്ക്ക് അങ്ങനെ ഉപദേശിക്കാവുന്നൊരു ഗുരുവായിട്ട് മാറാനുള്ള ഭഗവാന്റെ യാത്ര, അത് കഴിഞ്ഞാൽ ശരീരം വിടുകയുള്ളൂ. ആ യാത്രയുടെ തുടക്കം ഈ ശരീരവാസനയെ നശിപ്പിച്ചുകൊണ്ടാണ്, പൂതനയെ നശിപ്പിച്ചിട്ടാണ് ഭഗവാൻ തുടങ്ങി വെച്ചത്. ഹരിവംശം വായിച്ചാൽ അതേപോലെ തന്നെ ബൃഹൽ ഭക്താമൃതം, സനാതന ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു, ഇതിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭാവങ്ങൾ പറയുന്നുണ്ട് ഭക്തിക്ക്. പലതരം ഭാവങ്ങൾ, വ്യഭിചാരി ഭാവം, കാമുകി ഭാവം, ശുദ്ധ സാത്വിക ഭാവം, അങ്ങനെ ഭാവങ്ങളിൽ ഒരു ഭാവം ഭയത്തിൻ്റെ ഭാവമാണ്. ആ ഭയത്തിൻ്റെ ഭാവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ചില കഥാപാത്രങ്ങളിൽ അതിൻ്റെ കിങ് പേടിച്ച് ഭഗവാനിൽ ലയിച്ച ആൾ കംസനാണ്. വെറുത്തിട്ട് ഭഗവാനിൽ ലയിച്ചത് ഹിരണ്യകശിപു. അതേപോലെ വെറുത്ത് ഭഗവാനിൽ ലയിച്ചത്, ഭർഷിച്ചും ഭഗവാനെ പരിഹസിച്ചിട്ടും ലയിച്ചത് ശിശുപാലനാണ്. അതൊക്കെ എളുപ്പമാണ്. മൂപ്പരം സ്നേഹിച്ച് വശത്താക്കണേക്കാട്ടിലും എളുപ്പം ചെല്ലാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് ബുദ്ധിമാന്മാരായിരുന്നു അവരെന്നാ പറഞ്ഞത്. അവർ മഹാബുദ്ധിമാന്മാരായിരുന്നു. അവർക്ക് സമയം കളയാനില്ല. അവർ ഭഗവാനെ ഈ വിധത്തിൽ നിന്ദാസ്തുതികളിൽ കൂടെ ലയിച്ചു എന്ന് പറയും. അതേപോലെ ആ ലിസ്റ്റിൽ വരുന്ന ആളാണ് പൂതന. പൂതനയ്ക്ക് വാസ്തവത്തിൽ ആദ്യം ഭയം ഉണ്ടായില്ല. പക്ഷെ ഭഗവാൻ മുല വലിച്ചു കുടിച്ചു തുടങ്ങിയപ്പോൾ ഭയം സംഭവിച്ചു. ആ ഭയം ഏകാഗ്രമായിരുന്നു. ഭഗവാനിൽ എന്ത് വികാരത്തോട് കൂടിയിട്ട് മനസ്സൊട്ടി നിൽക്കണമെന്നുള്ളത് വിഷയമല്ല. ഭഗവാനെ പ്രണയിക്കാം, ഭഗവാനെ വെറുക്കാം, വിഷയമല്ല. ഒട്ടിയോ, അതാണ് പ്രധാനം. ഒട്ടുക എന്നുള്ളതാണ് പ്രധാനം. അതെങ്ങനെയെങ്കിലും ഒട്ടിക്കുക. ആ ഒട്ടിക്കുന്നതിലാണ് നമ്മുടെ രക്ഷ കിടക്കുന്നത്. ഒരാണി അതിനിഷ്ടമുണ്ടോ ഇല്ലയോ, തന്നെ പോയിട്ട് കാന്തത്തിൽ ഒട്ടിയാലും ആരെങ്കിലും എടുത്തുകൊണ്ട് ഒട്ടിച്ചാലും അതിനും കാന്തിക ശക്തി വരും എന്ന് പറഞ്ഞതുപോലെ ആത്മാവ് പരമാത്മാവുമായിട്ടുള്ള ആ സമ്പർക്കമല്ല, തിരിച്ചറിവിൽ, അതൊരു ക്ഷണനേരത്തേക്കാണെങ്കിലും അത് ഏത് ഭാവത്തിലാണെങ്കിലും അത് കിട്ടേണ്ടത് കിട്ടി സാക്ഷാത്കരിക്കപ്പെടും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം പൂതനയുടെ ഒരു പൂർവ്വചരിത്രം ഒന്ന് ചുരുക്കി പറഞ്ഞു. കംസൻ്റെ ബാല്യകാലം ഞാൻ പറഞ്ഞു. അതേപോലെ അനവധി റെഫറൻസസ് നമുക്ക് ഇനിയും എടുക്കാനുണ്ട്. എത്രയോ റെഫറൻസസ് എടുക്കാനുണ്ട്. പക്ഷെ നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഇനി വരും നമുക്കൊരു അരമണിക്കൂറുണ്ട്. ആ പൂതനാമോക്ഷത്തിൻ്റെ രംഗത്തിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് വിശേഷമായിട്ടുള്ളൊരു സ്തുതിയുണ്ട്. ഗർഭസ്തുതി എന്ന് പറയും. ബ്രഹ്മാവും ദേവന്മാരും വന്ന് ദേവകിയുടെ ഗർഭത്തിനെ നോക്കിയിട്ട് ആ ഭഗവാനെ, ആ പരമാത്മാവിനെ, മനുഷ്യ ശരീരം പഞ്ചഭൂതാത്മകമായിട്ടുള്ളൊരു ശരീരം എടുത്ത് പുറത്തു വരാൻ പോകുന്ന ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്യ. ദശമസ്കന്ധം 2-ാമത്തെ അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകമാണ്. വാസ്തവത്തിൽ ഈ ഒരൊറ്റ ശ്ലോകമാണ് ഭാഗവതത്തിൻ്റെ ഹൃദയം. ഭഗവാനെ, ഗുരുവായൂരപ്പ നീ സത്യസങ്കല്പനാണ്, സത്യം രൂപമെടുത്തവനാണ്, സത്യത്തിൻ്റെ മാർഗമാണ് നിന്നെ കിട്ടാനുള്ള വഴി. നീയാണ് ഭൂതകാലത്തും ഇപ്പോഴും നാളെയും ഭാവിയിലും സത്യവസ്തു. സത്യമായിട്ട് എന്തൊക്കെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെയൊക്കെ കാരണമായിട്ടുള്ള സത്യവും
നീയാണ്. നീ സത്യത്തിലാണ് സ്ഥിതി ചെയ്യണത്. നീ സത്യത്തിൻ്റെ സത്യമാണ്. അതേപോലെ നിന്റെ കണ്ണുകളാണ് ഋതവും സത്യവും. അതാണ് മഹാനാരായണോപനിഷത്തിലും പറയുന്നത്, ഋതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണവിങ്കടം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമ. നാരായണനെയും മഹാദേവനെയും ഉപാസിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രമാണ്. രണ്ടുപേർക്കും അതുകൊണ്ട് അർച്ചന പതിവുണ്ട്. ഋതം ച പ്രപഞ്ചത്തിൻ്റെ താളം. ആ താളമാണ് ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രമം. ആ താളം നിലനിർത്താൻ എന്തൊക്കെ വേണോ അത് ധർമ്മം. അത് കാലത്തിനനുസരിച്ച് മാറാതിരിക്കാം. പക്ഷെ ഋതത്തിന് മാറ്റില്ല. ഋതം പ്രശ്നമായ ഇത് പ്രശ്നം, ധർമ്മം പ്രശ്നം. പക്ഷെ ധർമ്മം പ്രശ്നമാക്കിയാലും ഋതം എപ്പോഴും മാറണമെന്നില്ല. പക്ഷെ ഋതത്തിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ധർമ്മം വീണ് വീഴുമ്പോൾ ഭഗവാൻ എപ്പോഴാ ജനിക്കുക നമ്മൾ ടെൻഷൻ അടിക്കാറില്ലേ? ഋതത്തിനെ തൊട്ടാ ഭഗവാൻ ജനിക്കും. ധർമ്മത്തിൽ ഭഗവാൻ ധർമ്മ സംസ്ഥാപകനാണ്. ധർമ്മം തകരുമ്പോൾ എന്താ ബെഞ്ച് മാർക്ക്? എപ്പോ ധർമ്മം തകരവർ ഇപ്പോഴും തകരുണ്ടല്ലോ, എന്നിട്ട് ആള് വരുന്നില്ലല്ലോ. എന്താ വരാത്ത? അത് ഋതത്തിനെ തൊടണം. ഋതത്തിനെ തൊട്ടാൽ ഇംഗ്ലീഷിലുള്ള ഋതുവും ഇത് തന്നെയാണ്. ഋതം സംസ്കൃതം. അത് അങ്ങയുടെ കണ്ണുകളാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സത്യസ്വരൂപ ഞങ്ങൾ അങ്ങേ ശരണം പ്രാപിക്കുന്നു. ഭാഗവതം പറയണു, സത്യം പരം ധീമഹി, സത്യത്തെ ഉപാസിക്കുക എന്ന് പറഞ്ഞാണ് തുടങ്ങണതും അവസാനിക്കുന്നത്. ആ സത്യോപാസന പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഉപാസനയുടെ യാത്രയിൽ ഒരു ആത്മാവിന് ആദ്യം കളയേണ്ടത് വാസനയാണ്. അതുകൊണ്ട് വാസനാരൂപിണിയാണ് പൂതന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്താണോ നമുക്ക് അനുകൂല സാഹചര്യത്തിൽ പൊട്ടിപ്പുറത്ത് വരുന്നത്, നല്ലതോ ചീത്തയോ, പുണ്യം ചെയ്താലും ജനിക്കണം, പാപം ചെയ്താലും ജനിക്കണം. ഇതിൻ്റെ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ചെയ്യുന്നതൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല മനസ്സിൽ. ഞാൻ കെട്ടിയ വീടാണ്, ഞാനാണ് അമ്പലത്തിന് അത് ചെയ്തു കൊടുത്ത്, ഞാനാണ് ഈ ആൾക്ക് ജോലി മേടിച്ചു കൊടുത്ത്. ഇങ്ങനെ ഓരോന്നിലും നമ്മൾ വിചാരിക്കണ കർത്തൃത്വം നമ്മളെ കൂടുതൽ കെട്ടിയിട്ട്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സർവതന്ത്ര സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനെ ഭജന പാടിയതുകൊണ്ടോ ഭാഗവതം വായിച്ചുകൊണ്ടോ സഹസ്രനാമം വായിച്ചുകൊണ്ടോ കിട്ടില്ല. അത് മോശമാണെന്നല്ല, അതൊക്കെ ഉപകരണങ്ങളാണ്. എന്തിന്? അന്ധക്കരണ ശുദ്ധിക്ക്. നമ്മൾ ചെയ്യണ അപകടം ഉപകരണങ്ങളെ തലേ പൊക്കി പിടിച്ച് നടക്കുകയാണ് നമ്മൾ. ഞാൻ വായിക്കുന്ന മന്ത്രമാണ് ശരി, അല്ലെങ്കിൽ സ്തോത്രമാണ് ശരി, ഞങ്ങളുടെ സംഘം വായിക്കുന്നതാണ് ശരിയായിട്ടുള്ള രീതി, ഞങ്ങളുടെ ഉപാസനയാണ് ശരിയായിട്ടുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ കറി ഉണ്ടാക്കണ പാത്രത്തിനെയും കയ്യിലിനെയും അതിൻ്റെ അടുപ്പിനെയും ഉയർത്തി പറഞ്ഞുകൊണ്ട് നടക്കണം. അതിലുണ്ടാക്കുന്ന കറിയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. കറി നന്നാവുക എന്നുള്ളതാണ്. പാത്രം എന്തോ ആവട്ടെ, അടുപ്പ് എന്തോ ആവട്ടെ, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തോ ആവട്ടെ, കറി നന്നാവണം. അതുകൊണ്ട് കംസൻ വാസനാരൂപിണിയായിട്ടുള്ള പൂതനയാണ് ഗോകുലത്തിലേക്ക് അയച്ചത്. അവൾ ഗ്രാമത്തിൽ കുട്ടികളെയൊക്കെ കൊന്നു, അനവധി കുട്ടികളെ കൊന്നു. എന്താ ഈ കുട്ടികൾ ബാലഘാതിനി എന്ന് വിളിക്കാൻ കാരണം? കുട്ടികളുടെ പ്രായത്തിൽ കുട്ടികൾക്ക് ശരീരസുഖം മാത്രമേ അറിയുള്ളൂ. ആണോ? കുട്ടികൾക്ക് മനസ്സുഖം അറിയില്ല. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മനസ്സുഖം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? ശരീരസുഖം, ഭക്ഷണം, നല്ല സുഖമായിട്ട് അമ്മയെടുത്ത് പറ്റിക്കിടന്ന് ഉറങ്ങുക, അല്ലേ? ആൾക്കാരെടുത്ത് ലാളിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ വലിയ വായിൽ കരയുക. ഇതൊക്കെയല്ലേ നമ്മൾ പറയില്ലേ, ആ സ്ത്രീ വന്ന് എടുത്ത് മടി വെച്ച് പോയതിന് ശേഷം ആ കുട്ടി വായടച്ചിട്ടില്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയും, അല്ലേ? കണ്ണ് വെട്ടതാണ്. ഇതൊക്കെ ശരീരസുഖത്തിനെ ബാധിക്കും. അപ്പോൾ ഇവിടെ ബാല ശബ്ദം കൊണ്ട് പറയണത് ശരീരസുഖം മാത്രം നോക്കി നടക്കണം നമ്മളെയൊക്കെ തന്നെയാണ്. നമ്മളാണ് ആ കുട്ടികൾ. അതുകൊണ്ടാണ് പൂതന ബാലഘാതിനിയാണെന്ന് പറഞ്ഞത്. കുട്ടികളെ കൊല്ലുന്നവൾ എന്ന് പറഞ്ഞാൽ ശരീരസുഖം, ഇന്ദ്രിയ സുഖം മാത്രം നോക്കി നടക്കുന്നവരെ പിടിച്ച് കൊല്ലുന്നവൾ. വാസന. കാരണം വാസനകളാണ് നമ്മളെ സകല കുഴപ്പത്തിലും ചാടിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. അവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. ശരീരസുഖം മാത്രം നോക്കി ജീവിക്കണവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. അപ്പം ശരീരസുഖത്തിൽ നിന്ന് മനസ്സ് വിടണമെങ്കിൽ എവിടെ വേണം? സത്സംഗം നടക്കണം. സത്സംഗം നടക്കുന്ന സ്ഥലത്ത് വാസന തലവെക്കില്ല.
അതുകൊണ്ടാണ് പൂതനയ്ക്ക് എവിടെയാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ നയത്ര ശ്രവണാദീനി രക്ഷോഘ്നാനി സ്വകർമ്മസു കുർവന്തി സാത്വതാം ഭർത്തുർയാതുധാന്യശ്ച തത്രഹി. 6-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം ശുകമഹർഷി പറയുന്നു, ഭഗവാന്റെ ഗുണങ്ങളോ പാടുന്നതോ കേൾക്കുന്നതോ ഇല്ലാത്ത സ്ഥലത്താണ് അത്രേ പൂതന ചെന്നത്. അധികവും രാക്ഷസന്മാരുടെ സഞ്ചാരം നടക്കുക ഭഗവാനെ ആരാധിക്കാത്ത സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞ അർത്ഥം ഭഗവാനെ ആരാധിച്ചിട്ട് മനസ്സിന് ശുദ്ധി ഇല്ലാണ്ടിരിക്കുക എന്നല്ലാതെ മനസ്സിന് ശുദ്ധി വരുന്ന സ്ഥലം സത്സംഗം നടക്കുന്ന സ്ഥലം. അവിടങ്ങളിൽ വാസനാരൂപിണിയായിട്ടുള്ള പൂതന പ്രവേശിച്ചില്ല എന്ന് ഭാഗവതത്തിൽ തത്വാർത്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വാസനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സത്സംഗത്തിലിരിക്കണം. സത്സംഗം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക എന്ന് മാത്രമല്ല, സത്യത്തിനെ നമ്മുടെ അകത്ത് സംഗമിച്ച് നിർത്തുന്നതാണ് സത്സംഗം. സത്സംഗത്തിന് 10 പേരുടെ ഗ്രൂപ്പിലിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അത് അകത്ത് തന്നെ നമ്മൾക്ക് നമ്മുടെ ലൗകിക ജീവിതത്തിൽ, നമ്മുടെ ഗാർഹസ്ഥ്യത്തിൽ, നമ്മുടെ എല്ലാ പ്രാരബ്ധത്തിൻ്റെ ഇടയിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഗുരുവായൂരപ്പനെ എങ്ങനെ ഇരുത്തണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് തൊട്ടപ്പുറത്ത് നമ്മുടെ ഒപ്പം ജീവിക്കണവർ പോലും തീരുമാനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ആ വസ്തുവിനെ സംഗമിച്ചിരുത്തുക, അതാണ് സത്സംഗം. എന്നിട്ട് പറയാം, ഒരിക്കൽ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവൾ സാ ഖേചര്യേകദ്യോവേത്യ പൂതനാ നന്ദഗോകുലം യോഷിത്വ മായയാത്മാനം പ്രാവശ്യത് കാമചാരിണി എന്നൊരു വാക്ക് പറയുന്നുണ്ട് ശുകമഹർഷി. കാമചാരിണിയാണ്. അതായത് വാസനയുടെ സ്വഭാവം ആഗ്രഹങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ കാമം എന്നുള്ള ശബ്ദം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും എടുക്കണം. ആഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കുകയാണ് ചെയ്യണത്. ജനിച്ച് വീണ നിമിഷം തൊട്ടിട്ട് കുട്ടിക്ക് ഒരു മനുഷ്യ ശിശു ജനിച്ച് വീണ സമയം തൊട്ട് അതിന് ആഗ്രഹം, പാല് വേണം, ഉറങ്ങണം, പാല് വേണം, ഉറങ്ങണം, വയറ് സുഖമാവണം, വയറുള്ള മലവും മൂത്രം ഒഴിഞ്ഞു പോകണം. ഇങ്ങനെ ശരീരസുഖം കേന്ദ്രീകൃതമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ തുടങ്ങും. പിന്നെ പോകെ 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 ആ കളിപ്പാട്ടം വേണം, ഇത് വേണം, അത് വേണം, അവിടെ പോകണം, ഇവിടെ നിന്നാൽ പറയും അങ്ങോട്ട് കൊണ്ടുപോകണം, അവിടെ നിർത്തിയാൽ പറയും ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ ആഗ്രഹങ്ങൾ തുടങ്ങും. ഇത് വിപുലീകരിച്ച് നമ്മൾ ഇന്നിരിക്കണ ഈ അവസ്ഥയിലെത്തും. അതുകൊണ്ട് കാമചാരിണി എന്ന് വിളിച്ചിരിക്കും. അങ്ങനെയുള്ളവൾ മായ കൊണ്ട് അതിസുന്ദരിയായിട്ട് അവളവിടെ അവിടേക്ക് ചെന്നു. എങ്ങനെ? അവളുടെ ഉള്ളിൽ വിഷം നിറച്ചിട്ട്, കാളകൂടം നിറച്ചു പോകണമെന്ന് പറയാൻ കാരണം കാളകൂടം കർമ്മത്തിൻ്റെ വിഷം. പ്രപഞ്ചകർമ്മത്തിൻ്റെ വിഷം കുടിക്കാൻ ഒരാൾക്കേ സാധിക്കുള്ളൂ. അത് നീലകണ്ഠൻ മഹാദേവന് മാത്രമാണ്. നമ്മുടെയൊക്കെ കർമ്മത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ചക്രത്തിൻ്റെ പേര് തന്നെ. അതിന് പേരെന്നെ വിശുദ്ധി എന്ന്. അതായത് ഏറ്റവും ശുദ്ധമായിട്ട് വെക്കേണ്ട സ്ഥലം എവിടെയാണ്? അവിടെയാണ് കണ്ഠേ കാളി. ഈ കാളകൂടത്തു നിന്നാണ് കാളി പുറത്തിയാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളൊക്കെ പണ്ട് കണ്ടേങ്കാളി എന്നൊക്കെ പേരുള്ള ആൾക്കാരുണ്ടായിരുന്നു. കണ്ടേങ്കാളി കഴുത്തുന്ന തൃക്കണ്ണിൽ നിന്ന് ജനിച്ചതിൻ്റെ കൂടാതെ അനവധി കഥകളുണ്ടെങ്കിലും ഭഗവാന്റെ കഴുത്തിലാണ് നമ്മുടെ സ്ഥാനം. ആ കാളകൂട വിഷം ഇരിക്കുന്ന നീലകണ്ഠത്തിലാണ് സ്ഥാനം, കർമ്മസ്ഥാനത്താണ്. അപ്പം നമ്മുടെ പ്രപഞ്ചകർമ്മത്തിനെ ദഹിപ്പിക്കാൻ സമയത്തിനെ സാധിക്കുള്ളൂ. സമയം സ്ത്രീരൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നത് കാളിയാണ്. കാലസംഹാരിണി, കാളരാത്രി എന്നൊക്കെ അനവധി താന്ത്രിക രൂപങ്ങളിൽ അമ്മയെ വിളിക്കുന്നതിൻ്റെ ഒരർത്ഥവും ഇത് തന്നെയാണ്. എങ്ങനെയാണെങ്കിലും ഈ ശിശുബുദ്ധിയുള്ള കുട്ടികളെപ്പോലെ ഇന്ദ്രിയ സുഖങ്ങളിലും ഒഴുകിയിരിക്കുന്ന മനുഷ്യരെ കൊല്ലാൻ വാസനയാകണ പൂതനയ്ക്ക് വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള അവൾ ഈ താടകയ്ക്കും തുല്യമാണ്. താടകയും വാസനയാണ്. വാസനയെ വധിച്ചിട്ടാണ് ഭഗവാൻ വില്ലൊടിക്കാൻ പോണത്. സീതയെ കല്യാണം കഴിക്കാനല്ല. അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് ഞങ്ങൾ വില്ല് കാണാൻ വന്നവരാണെന്നാണ് പറഞ്ഞത്. കല്യാണം കഴിക്കാൻ വന്നതാണെന്ന് എവിടെയും പറഞ്ഞില്ല. സംഭവിച്ചു പോയതാണ്. വില്ല് കൊലച്ചാൽ പെൺകുട്ടിയെ കിട്ടും, അതുകൊണ്ട് കല്യാണം കഴിച്ചു. സീതയെ കല്യാണം കഴിക്കാൻ പോയിട്ടില്ല. രാമൻ ഒരിക്കലും സീതയെ കല്യാണം കഴിക്കാൻ പോയിട്ടില്ല. വില്ല് കാണാൻ പോയതാണ്. വില്ല് കാണാൻ പോയി, അത് കൊലയ്ക്കാൻ നോക്കി, അത് ഒടിച്ചു. അപ്പോൾ ധനുര്യാഗത്തിന് പോകുന്നത് ഇതിനു വേണ്ടിയിട്ട്. അങ്ങനെ ആ പൂതന എന്നുള്ള രാക്ഷസി ആനന്ദത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളത് കൊണ്ട് നന്ദഗോപൻ, ഗോപശബ്ദം കൊണ്ട് പ്രകാശരശ്മികളെ പാലിക്കുന്ന ബ്രഹ്മജ്ഞാനി, ബ്രഹ്മജ്ഞാനമുള്ളവൻ, ബ്രഹ്മാനന്ദമുള്ള ബ്രഹ്മജ്ഞാനത്തിൻ്റെ അവസ്ഥയുള്ള നന്ദഗോപ ഗൃഹത്തിലേക്ക് വാസന പ്രവേശിച്ചാൽ
അവിടെ പരമാത്മാവ് കിടപ്പുണ്ട് ബാലരൂപത്തിൽ. ആ ബാലരൂപിയായിട്ടുള്ള പരമാത്മാവ് ആ വാസനയുടെ പ്രാണൻ വലിച്ചെടുത്ത് കുടിച്ചു കളയും. ഒരു ബ്രഹ്മബോധം വന്നിട്ടുള്ളവനെ വാസന സ്പർശിക്കില്ല എന്ന അർത്ഥം മനസ്സിലായിക്കോളാം. അവിടെ അവൾക്ക് നിൽക്കാൻ സാധിക്കില്ല. ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ വാസനയെ അംഗീകരിക്കാനും സാധിക്കില്ല. ബ്രഹ്മം തന്നെ തന്നെ അതിൽ കണ്ടാൽ വാസനയ്ക്കും സ്ഥായിത്വം വരും. അത് നിലനിർത്തേണ്ടതായിട്ട് വരും. വാസന നിലനിൽക്കാൻ സമ്മതിച്ചുകൂടാ. അതുകൊണ്ട് വാസനയെ എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കി കളയണം എന്നുള്ളതുകൊണ്ടാണ് തൊട്ടിൽ കിടക്കുകയായിരുന്നു, ഇങ്ങനെ നോക്കി വാതിലിൻ്റെ അവിടെ ആളെത്തിയെന്ന് കണ്ടോടെ കണ്ണടച്ചു കിടക്കും. ഉണ്ണി കണ്ണടച്ചിട്ടാ പിന്നത്തെ കംപ്ലീറ്റ് ഓപ്പറേഷൻ. ഞാൻ ഭാഗവതത്തിൽ വിസ്തരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ണടച്ച ഭാഗം താല്പര്യമുള്ളവർക്ക് കേൾക്കാം. കണ്ണടച്ചത് മാത്രം കുറേ നേരം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണടച്ചു? പൂതനയുടെ മുഖം കണ്ടിട്ടില്ല ഭഗവാൻ. ഒരു നിഴലാ കണ്ടത്. തൊട്ടിൽ കിടക്കുമ്പോൾ അഴികളുടെ ഇടയിൽ കൂടെ ഒരു നിഴൽ കണ്ടു. ചെരിയാനോ കമിഴാനോ ഒന്നും പറ്റാത്ത പ്രായമാണ്. തല ഇങ്ങനെ ആക്കിയതാ. അപ്പം ഇങ്ങനെ നമ്മൾ സിനിമയെ കാണില്ലേ, വാതിലിൻ്റെ അവിടെ ഔട്ട് ഓഫ് ഫോക്കസിൽ വരണത്, അതുമാതിരി ഒരാളെ കണ്ടു. ഔട്ട് ഓഫ് ഫോക്കസിൽ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. പൂതനെ കണ്ടിട്ടില്ല പറഞ്ഞു. പിന്നെ കണ്ണ് തുറക്കണത് മല പോലുള്ള അവളുടെ ശരീരത്തിൻ്റെ മുകളിൽ കളിക്കുമ്പോഴാണ്, മരിച്ചതിന് ശേഷം. കണ്ണടച്ച് കളഞ്ഞു. ബ്രഹ്മദൃഷ്ടി മായയിൽ വന്നു കഴിഞ്ഞാൽ മായയ്ക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൾ വാതിലിൻ്റെ അവിടുന്ന് ഇല്ലാണ്ടായി പോകും. അത് പറ്റില്ല, അവളെ വരുത്തണം. കാരണം വാസനയെ വേരറ്റ് കളച്ചിട്ട് കാര്യമില്ല. ആ വേരിൻ്റെ അംശം അവിടെ കിടക്കും, പിന്നെ അത് മുളയ്ക്കും. അലീപ്പിച്ച് കളയും. അലീപ്പിക്കാൻ അങ്ങോട്ട് വിളിക്കണം. അവളെ അടുത്തേക്ക് വരാൻ അനുവദിച്ചു. തനിക്ക് സ്തന്യം തരാൻ അനുവദിച്ചു. നേരെ മറിച്ച് ഇവിടുന്ന് നോക്കി കണ്ണു തുറന്ന് നന്നായി നോക്കിയിരുന്നെങ്കിൽ അതോടുകൂടി അവൾ ഇല്ലാണ്ടായി പോയി. കാരണം ബ്രഹ്മദൃഷ്ടി വന്നു കഴിഞ്ഞാൽ, ബ്രഹ്മാവിൻ്റെ ദൃഷ്ടിയല്ല, പരബ്രഹ്മദൃഷ്ടി, ഭഗവാന്റെ ദൃഷ്ടി പൂർണ്ണമായിട്ടും ഒരു വ്യക്തിയിൽ വന്നാൽ ശിവൻ തൃക്കണ്ണ് തുറക്കണേന്ന് തുല്യമാണ്. എന്താ ശിവൻ തൃക്കണ്ണ് തുറക്കുക? നമ്മളെ വിചാരം നെറ്റിയിൽ നിന്ന് എന്തോ ഒരു തീ ഇങ്ങനെ വന്നിട്ട് ആടെ കത്തിച്ച്, അതല്ല. ഞാനും നീയും ഒന്ന് എന്ന് പറഞ്ഞ് നോക്കിയാൽ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി ഇല്ലാണ്ടായി. അതോടുകൂടി ആളില്ലാണ്ടായി. അറിവിൻ്റെ തീയത്. കാമനും ഞാനും ഒന്ന് എന്ന് തിരിച്ച് ബ്രഹ്മമാണെന്നുള്ള ഭഗവാന്റെ ബോധമാണ് കാമന്റെ ഐഡന്റിറ്റി ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇത് മനസ്സിലാക്കാണ്ട് ഇങ്ങനെ നോക്കി നെറ്റിയിൽ നിന്ന് ഷും എന്ന് പറഞ്ഞൊരു സംഭവം വന്നു അല്ലേ, ഒരു തീ, കുട്ടികൾ പറഞ്ഞ ഒരു ടിഷ്യൂം, അതങ്ങോട്ട് വരിക. അതല്ലാതെ അങ്ങനെ പഠിപ്പിച്ച് നമ്മളെയൊക്കെ ഭൂലോക വിഡ്ഢികളാക്കി കഴിഞ്ഞു. ഇവിടെ ഈ എക്സാമ്പിൾ പറയാനായിട്ട്, സൂര്യൻ്റെ അടുത്ത് ഇരുട്ടിരിക്കില്ലല്ലോ. ഇരുട്ട് വരുമ്പോൾ സൂര്യൻ പോകും. സൂര്യൻ പ്രത്യക്ഷപ്പെട്ട നിമിഷത്തിൽ ആദ്യത്തെ കിരണം വരുമ്പോൾ ഇരുട്ടും പോകും. ഇത് രണ്ടും കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല. വാസ്തവത്തിൽ സൂര്യൻ്റെ അഭാവമാണ് ഇരുട്ട്. അപ്പോൾ ഭഗവാന്റെ അഭാവമാണ് വാസന. ഭഗവാൻ അവിടെ ഭവിച്ചാൽ വാസന പിന്നെ ഇല്ല. ഇങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. എന്താണെങ്കിലും ആ പൂതന, ഞാനിങ്ങനെ സാധാരണ നാരായണിയോ ഭാഗവതം എന്നാണ് പറയാറ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനിങ്ങനെ ആലോചിച്ചു, ഭാഗവതവും നാരായണിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിച്ചാണ് ഗുരുവായൂരപ്പൻ്റെ നിശ്ചയം കൃഷ്ണാടനം പറയാറ്. കൃഷ്ണഗീതി എന്ന് ആരും പറയാറില്ല. എന്നാൽ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃതിയാണ് കൃഷ്ണഗീതി. ആരും പഠിക്കുന്നുമില്ല. നിങ്ങളൊക്കെ പഠിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഭാഗവതവും നാരായണിയും ഒക്കെ വായിക്കുന്ന പോലെ തന്നെ കൃഷ്ണഗീതി ഗുരുവായൂർ ദേവസ്വം പബ്ലിഷ് ചെയ്തിട്ട് അർത്ഥസഹിതം പുസ്തകമുണ്ട്. നല്ല വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുന്ന വലുപ്പത്തിൽ ശ്ലോകങ്ങൾ അച്ചടിച്ച് കുറതേർന്നിട്ടുള്ളുണ്ട്. അതിലാ ഭഗവാന്റെ ജന്മത്തിൻ്റെ ആ സ്തുതിയൊക്കെ മഹിത ശിരോധൃത എന്ന് പറഞ്ഞൊക്കെ തുടങ്ങണ മനോഹര സ്തുതികൾ. അത് പാടാൻ കൂടെ പഠിച്ചാൽ അത്രയും വിശേഷമാണ്. സാധിക്കുന്നവർ അതൊക്കെ പഠിക്കണം. അതിൽ പറയുന്നുണ്ട്, സാശായിതം ത്വാം ശയനേ നിശാമ്യ സാശാനിഹന്തും ജഗൃഹേ സഹേലം സൗന്ദര്യ സമ്മോഹിത സർപ്പലോക മന്ദം ജഗൗ ചാമലമന്ദഹാസ. പൂതനയുടെ വരവിൻ്റെ ശ്ലോക. കുട്ടി ഉറങ്ങുന്നു, ശബ്ദം ഉണ്ടാക്കാണ്ട വരണം. മെല്ലെ പതുക്കടി വെച്ച് സൗന്ദര്യം കൊണ്ട് സകലരെയും മയക്കിയിട്ട് ആ മെത്തയിൽ ഉറങ്ങിക്കിടക്കണ അങ്ങയെ കണ്ടിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്
ഒരു സ്ത്രീ സഹജമായിട്ടുള്ള കുണുക്കത്തോട് കൂടിയിട്ട് ഇങ്ങനെ നടന്നെടുത്തു. ആ പുഞ്ചിരിയോട് കൂടിയിട്ട് മെല്ലെ പാടി ഒരു പാട്ടാണ്. അതിലോഭനമയി ലോചനയുഗളം മുകുളയസി കുതോ രുചവിരയുഗളം എന്ന് പറഞ്ഞിട്ട് അവതാരം കഥ ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിൽ പൂതനയുടെ വരവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ചുരുക്കിയിട്ടാണ് ആടാറുള്ളൂ. മാനവേദൻ തമ്പുരാൻ വിസ്തരിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ്. ബാലക മാ കുരു രോധം. എന്തിനാ ഇങ്ങനെ ഏങ്ങി കരയണേ? മാമകമാപിപ കുജമൊരു മോദം എന്ന് പറഞ്ഞിട്ടുള്ള 2 വരി മാത്രം പാടും. അത് കഴിഞ്ഞാൽ പിന്നെ പൂതനയുടെ പ്രാണനെടുക്കുന്ന രംഗം ആടുകയാണ് പതിവ്. പക്ഷേ കിമപി കിശോര നിശാമയ സുതമാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള വരികളുണ്ട്. പൂതന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ പ്രസവിച്ച അമ്മയാണോ തോന്നിപ്പോവും ആ വരികളിൽ തമ്പുരാൻ എഴുതി കൊടുത്തിരിക്കണം കണ്ടു കഴിഞ്ഞാൽ. ആ ബാലക മാ കുരു രോധം എന്ന് പറഞ്ഞാൽ അതിൽ ബാലക അല്ലയോ വാവേ കരയണ്ട നീ എൻ്റെ മുലപ്പാൽ സന്തോഷത്തോടെ കുടിച്ചോ എന്ന് പറഞ്ഞ് ഭഗവാനെ വീണ്ടും വീണ്ടും സ്നേഹത്തോട് കൂടിയിട്ട് ആ മുലയൂട്ടുന്ന ഭാഗമാണ്. കൃഷ്ണാട്ടം ഞാൻ പറഞ്ഞല്ലോ, കാണുകയാണെങ്കിൽ വളരെ ചുരുക്കിയിട്ടേ കാണാൻ പറ്റുള്ളൂ. അത് വളരെ ചുരുക്കിയിട്ട് അവതരിപ്പിക്കുക. പക്ഷേ ഗ്രന്ഥത്തിൽ രസമായിട്ട് നമുക്ക് വായിക്കാനുള്ള മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതേപോലെ തന്നെയാണ് അശ്വതി തിരുനാൾ തമ്പുരാൻ്റെ മഹാരാജാവ്, തിരുവിതാംകൂർ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പൂതനാമോക്ഷം കഥകളി പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൂതനാമോക്ഷം കഥകളി ശരിക്കും ഇന്ന് ആരും മുഴുവൻ ആടാറൊന്നുമില്ല. പൂതനയുടെ കരി വേഷമൊക്കെ ഉണ്ട്. പൂതനെ കംസൻ വിളിച്ചു വരുത്തി നൃശംസോ തകംസോ വിളംബം വിനയനാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ശ്ലോകത്തോടൊക്കെ കൂടിയിട്ട് അലർച്ചയും ഒക്കെ ആയിട്ട് നീ ഒന്നും പേടിക്കണ്ട, ഞാൻ പോയിട്ട് അത് വേണ്ട മാതിരിയൊക്കെ ഞാൻ ചെയ്തോളാം, ഭക്തഞ്ചരിമാരിൽ കീർത്തി ഇത്രയില്ലെന്ന് ആർക്കുമേ എന്നൊക്കെ പറഞ്ഞിട്ട് പൂതനെ കുറേ പ്രശംസിച്ച് നിന്നെ കൊണ്ടേ ഇത് പറ്റുള്ളൂ, നീ രാക്ഷസിമാരിൽ ഏറ്റവും മിടുക്കിയാണ്, പോയിട്ട് എൻ്റെ ശത്രുവിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞയക്കുന്ന ആ രംഗമൊന്നും നാടാറില്ല എവിടെയും. അത് കഴിഞ്ഞ് പൂതന അമ്പാടിയിലേക്ക് വരുന്ന ആ ശ്ലോകവും ഇന്ന് നാടാറില്ല. നേരെ കയറി വളരെ ചുരുക്കി സിമ്പിളായിട്ട് കന്നൽ കണ്ണികൾ മൗലി രത്നകലികാരൂപം ധരിച്ചാതരാൽ പൊന്നിൻ മാലയണിഞ്ഞ് പൂതന തഥാ മന്ദം നടന്നിടിനാൾ എന്നുള്ള ശ്ലോകം ചൊല്ലി അങ്ങോട്ട് തിരശീല മാറ്റിയാൽ പതിവ്. തിരശീല മാറ്റിക്കഴിഞ്ഞാൽ സാരി നൃത്തമുണ്ട്. ആ മറ്റേ ഇതിൻ്റെ കൂടെ ആടയുടെ അറ്റം പിടിച്ചുകൊണ്ട് ഒരു നൃത്തവും അതിനുശേഷം വളരെ മനോഹരമായിട്ട് അമ്പാടി ഗുണം വർണ്ണിപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിസ്തരിച്ചുള്ളൊരു പദം ആദ്യം അങ്ങോട്ട് ആടും. അമ്പാടി ഗുണം വർണ്ണിക്കാനുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ്റെ വീട് കാണുന്നതായിട്ടും ആ ഉണ്ണിയെ കാണാനായിട്ട് ആ വാതിൽ തുറന്ന് അകത്ത് കയറുന്നതായിട്ടും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയാണോ അജിതാഹരെ കേൾക്കുന്നത് അതുപോലെ മനോഹരമായിട്ടുള്ളൊരു ഒരു കഥകളി പദം. സുകുമാര നന്ദകുമാര വളരെ മനോഹരമായിട്ട് ശങ്കരമ്പ്രാന്തിയുടെയൊക്കെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പഴയ വെൺമണി ഹരിദാസേട്ടൻ ചിങ്കിടിയായിട്ടും പൊന്നാനി സാക്ഷാൽ കലാമുള്ള ശങ്കരമ്പ്രാന്തരുടെ മധുവേട്ടൻ പാടിയതൊക്കെ ഉണ്ട്. കോട്ടക്കൽ മധുവിൻ്റെയൊക്കെ പദങ്ങളുണ്ട്. പക്ഷേ ഈ പഴയ പദങ്ങൾ, പഴയ റെക്കോർഡുകൾ, ഈ സുകുമാര നന്ദകുമാര വരികരികിൽ നീ മോതാൽ കൊണ്ടൽ നിര കൊതികോലും കോമളവാം തവമേനി കണ്ടിടുന്ന ജനങ്ങളുടെ കണ്ണുകളല്ലോ സഫലം കണ്ണുനീർ കൊണ്ടു വദനം കലുഷമാവാൻ എന്തേ മൂലം. നീ എന്തിനാ കുട്ടി കരയണത്? ഇതിങ്ങനെ ഏങ്ങാണ് കിടന്നിട്ട്, ഉറക്കത്തിൽ കിടന്നിട്ട് ഏങ്ങാണ്, എന്തോ സ്വപ്നം കണ്ട മാതിരി ഇങ്ങനെ ഏങ്ങി കുട്ടി കണ്ണിങ്ങനെ ഇതപ്പോൾ കണ്ണടച്ച് കിടക്കുകയാണ്. എന്നാൽ കരയും. നീ എന്തിനാ കരയണേ? അതായത് പൂതന, ഞാൻ പറഞ്ഞില്ല, പൂതന കുഞ്ഞുങ്ങളില്ലാത്തൊരു സ്ത്രീയാണ്. ഇതറിഞ്ഞോ അറിയാതെ ആട്ടക്കഥാകാരന്മാരാണെങ്കിലും മാനവേദൻ തമ്പുരാനെ പോലുള്ള മഹാഭക്തന്മാരാണെങ്കിലും ഗുരുവായൂരപ്പൻ്റെ പ്രേരണ കൊണ്ട്, ഗുരുവായൂരപ്പൻ അറിയാം പൂതന ആരാന്ന്, ഗുരുവായൂരപ്പൻ എഴുതിച്ചതാണല്ലോ അതൊക്കെ. അതുകൊണ്ട് ഇവർ അറിയാണ്ടെയാണെങ്കിലും പൂതനയുടെ മാതൃഭാവത്തിനെ ഈ കൃതികളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുക, നീ എന്തിനാ കരയണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. തൂർണം ഹിമജലം കൊണ്ടു പൂർണ്ണമാം അമ്പുജം പോലെ, മഞ്ഞിൻ്റെ തുള്ളി മഞ്ഞുവെള്ളം നിറഞ്ഞു നിൽക്കുന്ന താമരക്കുമ്പിൾ പോലെ നിന്റെ കണ്ണ് എന്തിനാ നിറഞ്ഞിരിക്കണത് ഉണ്ണി? എന്നിട്ട് പറയും, ആ അടുത്ത് ചെന്നിട്ട് ആ ഉണ്ണിയുടെ കാല്, ആ കുഞ്ഞിക്കാലെടുത്തിട്ട് കവളത്ത് ചേർത്ത് വയ്ക്കുക. പൂതന അറിയാണ്ടെ ആണെങ്കിലും ചെയ്യണത് എന്താ? സാക്ഷാൽ മഹാലക്ഷ്മി പോലും ജഗത്ത് മുഴുവൻ അടിപണിഞ്ഞ് നിൽക്കണ ആ പാദം, വിഷ്ണുവിൻ്റെ പാദമാണ് ഏറ്റവും പ്രധാനം. ആ ഭഗവാന്റെ ആ പാദത്തിനെ എടുത്തിട്ട്
തൻ്റെ ശിരസിൽ ചേർക്കണം. പല്ലോ മൃദുലമാകും പാദം പാണി കൊണ്ടെടുത്തു മെല്ലവേ മുഖത്തണച്ചു മന്ദം പുഞ്ചിരി തൂകിയെടുത്തു. ആ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഭഗവാനിത് അഭിനയിക്കുക. ഭഗവാന്റെ മുഖത്തും ചെറിയൊരു ചിരി വരുന്നോ സംശയം, എന്നാൽ കരച്ചിൽ അഭിനയിക്കുകയാണ്. സന്തോഷം കൊണ്ട് പൂതനയുടെ മുഖത്തും ചിരി വിടരുണ്ട്. അപ്പോഴാണ് പറയണത്, പൈതലേ നിനക്ക് ഭാരം പൈതാഹമുണ്ടെന്നാകിലോ, നിനക്ക് നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ടെങ്കിൽ പ്രീതിയോടൻ മുലകളെ ദാദാ പാനം ചെയ്തിടുക. അല്ലോ മോനെ, എൻ്റെ മുലകളെ പാനം ചെയ്താലും എന്ന് പറഞ്ഞിട്ട് ആ എന്താ പറയുക, കുഞ്ഞിനെ എടുത്ത് മടിയിൽ വയ്ക്കുന്നു. മടിയിൽ വെച്ചിട്ട് ആദ്യം മുലകൾ മാറി മാറിയിട്ട് കൊടുക്കുകയാണ്. ഭഗവാൻ ഒരു മുല കുടിച്ചു കഴിയുമ്പോൾ അത് വേർപെട്ട് തന്നെ തിരിയാനായിട്ട് ശ്രമിച്ച് അടുത്ത, അത് ശരിക്കും പൂതനയുടെ മുഴുവൻ മനസ്സും താൻ വിഷം പുരട്ടിയാ വന്നതെന്ന് പോലും മറന്നുപോയി ഭഗവാനിൽ ലയിച്ചാണ് കൊടുക്കുന്നത്. ആ കൊടുത്തു ഇരിക്കുമ്പോൾ ഏതൊരു നിമിഷം താൻ എന്തിനു വന്നു എന്ന ചിന്ത വരുന്നോ ആ വാസന ഉണരുകയാണ്. ആ നിമിഷം പൂതനയുടെ പ്രാണൻ ഭഗവാൻ വലിച്ചു കുടിക്കാൻ, പ്രാണനെ പാനം ചെയ്യുക. പ്രാണനെ പാനം ചെയ്യാൻ മുഖ്യപ്രാണനായിട്ടുള്ള പ്രധാന വായുവായിട്ടുള്ള ഗുരുവായ വായുവായിട്ടുള്ള ആൾക്കേ സാധിക്കുള്ളൂ. ഗുരുവായിട്ടുള്ള വായുവിനെ പ്രാണനെ പാനം ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ ഗുരു എന്ന് പറഞ്ഞാൽ പ്രധാനം എന്നർത്ഥം, അല്ലാണ്ട് ഗുരുനാഥൻ എന്നർത്ഥമല്ല. ആ കഥയൊക്കെ ഭട്ടതിരിപ്പാടിൻ്റെ കാലശേഷം വന്നിട്ടുള്ള കഥകളാണ്. ഗുരുവായൂരപ്പൻ്റെ തത്വാർത്ഥം ഇന്ന് കുറേ അബദ്ധജടിലമായിട്ടുള്ള ഐതിഹ്യ കഥകളിൽ കുടുങ്ങി നശിച്ചു കഴിഞ്ഞു. ഭഗവാനെ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി ഉപാസിക്കണവന് അത് കിട്ടുകയും ചെയ്യും. ആ സമയത്താണ് ഈ കൃഷ്ണാട്ടത്തിൽ ദേവിയുടെ ഈ മുല കുടിപ്പിക്കണ, ആ പൂതന മുല കുടിപ്പിക്കണ, ആഭാഷ്യൈവമപായയത് കുജമിയം പ്രാണൈ സഹാസ്യാസ്ത്വയ പ്രാണോന്മോചകമാശു ചൂചുകമഹോ വീതം കൃതം മേചകം പ്രാണാകർഷണതീർണ മർമ്മനിവഹ പ്രാപ്താവൃശം വേദനാം പ്രാപത് ഘോരതരാം തനും പ്രരുദതി പ്രാവോചദേവം ജസ. പ്രാണശബ്ദത്തിന് എത്ര പ്രാവശ്യം തമ്പുരാൻ ഉപയോഗിച്ചിരിക്കണം നോക്കുക ശ്ലോകത്തിൽ. പ്രാണൻ 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 എന്ന് ഇവളിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുല കുടിപ്പിച്ചു ഭഗവാനെ. അങ്ങ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രത്യക്ഷമായിട്ട് ഭഗവാനെ മുന്നിലിരുത്തിയിട്ട് പറയണ മാതിരിയാണ് ഇതൊക്കെ എഴുതിയിട്ടുള്ളത്. ഈ നാരായണീയത്തിനും കൃഷ്ണഗീതിയുടെയും പ്രത്യേകത ഏതാണ്? അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ അങ്ങനെയാണ് പറയണത്. അത് കഥകളി അരങ്ങത്ത് അവതരിപ്പിക്കുമ്പോഴും പാടുന്നത് അങ്ങ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങ് ഇവളുടെ പ്രാണങ്ങളോട് കൂടിയിട്ട്, അതായത് ഇവളുടെ സകല പ്രാണങ്ങളും, പ്രാണൻ തുടങ്ങി ധനഞ്ജയം വരെയുള്ള സകല പ്രാണന്മാരെയും ഊറ്റി അങ്ങോട്ട് എടുത്തു. സാധാരണ മനുഷ്യൻ മരിച്ചാൽ പിന്നെയും ധനഞ്ജയൻ അവിടെ നിൽക്കും. അതിനെ കളയാനാണ് ചിതയെ കൊണ്ടേ വെച്ച് കത്തിക്കണത്. കാരണം അത് വിട്ടുപോയില്ല. അല്ലാണ്ട് ഇതല്ല സംഭവിച്ചത്. മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തു, അങ്ങോട്ട് വലിച്ചു. മരണഹേതുവായിട്ടുള്ള വിഷം, ഭഗവാനെ കൊല്ലാൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് വന്നിട്ടുള്ളതായിട്ടുള്ള ആ വിഷം പുരട്ടിയതായിട്ടുള്ള ആ കറുത്ത മുലക്കണ്ണ് വലിച്ചു കുടിച്ചു. മേചകം ചൂചുകം. ആശ്ചര്യം! ഭഗവാനെ പ്രാണങ്ങളെ പിടിച്ച് വലിച്ചതുകൊണ്ട്. ഈ പ്രാണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ ആക്ടിവിറ്റിയും ചെയ്യണത്. ഹാർട്ട് അടിക്കുന്നത്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, വയറ് ദഹിപ്പിക്കുന്നത്, വിസർജനം നടക്കുന്നത്, ഭക്ഷണം കഴിക്കുക, എല്ലാം രക്തചംക്രമണം നടത്തുക, ഓരോ പ്രാണന്മാരുടെ കസ്റ്റഡിയിലാണ്. ഓരോരുത്തരായിട്ട് വലിച്ചു. കറന്നപ്പോൾ എന്തുണ്ടായി? ഓരോ ശരീര ഫങ്ഷൻസും നിന്നുപോയി. നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? മർമ്മങ്ങളിൽ മരണവേദന അനുഭവപ്പെട്ടു. ശരീരം ഉപയോഗശൂന്യമായിട്ട് തീരുന്ന അവസ്ഥ എന്താണ് എന്ന് പൂതന അനുഭവിച്ചറിഞ്ഞു. വൃശം വേദനാം പ്രാപ്ത, അതിഭയങ്കരമായിട്ടുള്ള വേദനയോട് കൂടിയിട്ട് സഘോരതരാം. ഒരു പരിധിയുണ്ട് നമുക്ക് നല്ല മുഖം കാണിച്ചിട്ട് നിൽക്കാൻ. നല്ല ഇടി കിട്ടുമ്പോൾ നമ്മുടെ ക്ഷമയൊക്കെ പോവും. നമ്മൾ അതുവരെ എത്ര ക്ഷമയോടുകൂടി, വളരെ മിതത്വത്തോടുകൂടി, വളരെ സൗന്ദര്യത്തോടുകൂടി ഒക്കെ നിന്നാലും ദേഷ്യം വന്നാൽ നമ്മൾ അലറി വിളിച്ച് ബഹളാവും, അല്ലേ? ആ അലറി വിളിക്കലാണ് പിന്നെ പൂതന. ഈ മർമ്മസ്ഥാനങ്ങളിലൊക്കെ ശരീരം ഈ പ്രാണൻ വിടുന്ന വേദന വന്നപ്പോൾ പൂതനയ്ക്ക് പിന്നെ ആ അപ്സരസിൻ്റെ രൂപമൊന്നും നിർത്താൻ പറ്റിയില്ല എന്നാണ്. ഈ സ്ത്രീ
ഈ ഗോകുലത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ രോഹിണിയും യശോദയും പോലും വിചാരിക്കേണ്ടത് മഹാലക്ഷ്മി വന്നതാണ്. അങ്ങനത്തെ രൂപത്തിൽ വന്ന ആളാണ്. അതൊക്കെ ധാരാളം വ്യാഖ്യാനിക്കാറും പറയാറുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഭാഗമൊക്കെ വിട്ടുകളഞ്ഞത്. അതിൽ രോഹിണിക്ക് മാത്രമാണ് സംശയം തോന്നിയത്. പക്ഷെ രോഹിണിയെ മായ കൊണ്ട് മറക്കുകയും ചെയ്തു. രോഹിണിക്ക് എന്തുകൊണ്ട് സംശയം തോന്നി എന്നുള്ളതിനും തത്വാർത്ഥം പറയാം. കാരണം രോഹിണി എന്താണെന്ന് അറിയണതിന് അത് ഭാഗവതത്തിൽ അന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് രോഹിണി എന്താണെന്ന്. രോഹിണി എന്താണെന്ന് മനസ്സിലായാലേ പൂതനെ എങ്ങനെ തിരിച്ചറിയാനുള്ള സാധ്യത ഉണ്ടായെന്ന് മനസ്സിലാവും. ബലരാമൻ ആരാണ്, രോഹിണി ആരാണ്, ഇതൊക്കെ തത്വാർത്ഥങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളുമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഗവതം സ്വാംശീകരിക്കപ്പെടും, നമ്മളിലാവും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തർത്ഥത്തിലാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് മാത്രമല്ല ഭാഗവതം ഭഗവാന്റെ അക്ഷരാവതാരാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണെങ്കിലും അവൾ അതിഭയങ്കരമായിട്ടുള്ള സാ ഘോരതരാം തനും പ്രാപത്, അതിഭയങ്കരമായിട്ടുള്ള ആ രൂപത്തിനെ അവൾ സ്വീകരിച്ച് പ്രരുതീ ഏവം പ്രബോചച്ച, നിലവിളിച്ചു കൊണ്ടിട്ട് ഒരു പദമുണ്ട് അവിടെ, ഹന്തസുത കിം ത്വമിതി സന്തപസി ഹന്തമാം അന്തരിത ബന്ധധൃതി സന്തതമിമാം. അയ്യോ എൻ്റെ ധൈര്യമൊക്കെ പോയല്ലോ, ഈ കുട്ടി എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എനിക്കിതിനെ വേർപെടുത്താൻ പറ്റണില്ലല്ലോ. മുഞ്ചപത മുഞ്ചപത കിഞ്ചന കുജം ഡിംബമമ ദംബഹര സംവൃത ശുചം. എൻ്റെ അഹങ്കാരമൊക്കെ പോയല്ലോ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ലല്ലോ, എൻ്റെ നെഞ്ച് പിളർന്നു പോകുന്ന വേദനയാണല്ലോ. വിട് വിട് കിഞ്ചന മുഞ്ചപത വിട്, മുഞ്ചപത വിട് വിട് എന്ന് പറയണം. അങ്ങനെ വേർപെടുത്താൻ നോക്കി അങ്ങടും ഇങ്ങടും കിടന്നോടി. സഞ്ചലസി കിഞ്ചന കിഞ്ചനന വഞ്ചനരതാന്വഹം ഹന്തനനു വഞ്ചിത വഞ്ചിതാഹം. നീ ഒട്ടും വിടാൻ ഭാവമില്ലല്ലോ കുട്ടി. എന്നിട്ടും മറ്റുള്ള ആൾക്കാരെ ഇത്ര കാലം വഞ്ചിച്ച് നടന്ന് എന്നെ വഞ്ചിച്ചല്ലോ നീ. ഏറ്റവും വലിയ വഞ്ചകനാണത് പോസിറ്റീവ് അർത്ഥത്തിൽ. അതുകൊണ്ടാണല്ലോ അർജുനൻ കരയണത് യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്നിട്ട്, ചേട്ടാ അവൻ എന്നെ വഞ്ചിച്ചു എന്നാ പറയണത്. ഭഗവാന്റെ മരണവാർത്ത, ശരീരം വിട്ട വാർത്ത, സമാധി, ഭഗവാന്റെ ശരീരം ഉപേക്ഷിച്ച വാർത്ത പോയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ പറയുമ്പോൾ അർജുനൻ്റെ ഫസ്റ്റ് സെൻറ്റൻസാണ് ഭാഗവതത്തിൽ. കപടവേഷധാരിയായിട്ട് അവൻ എന്നെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞു. സുഹൃത്തായിട്ട് അഭിനയിച്ചു, എൻ്റെ തോളത്ത് കൈയിട്ട് നടന്നു, എൻ്റെ കൂടെ തമാശകളും വികൃതികളും സകല കുരുത്തക്കേടും എൻ്റെ ഒപ്പം നടന്നു. അവൻ പരബ്രഹ്മാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അവൻ സാക്ഷാൽ ബ്രഹ്മാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതേപോലെ ഇവിടെ പറയണ്, ഞാനാണ് സാധാരണ വഞ്ചനരത അവഞ്ചിത. ഞാൻ മറ്റുള്ളവരെ വഞ്ചിക്കണവളും എന്നെ വഞ്ചിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷെ ദാ അഹം ഹന്ത വഞ്ചിതാനു, നീ എന്നെ വഞ്ചിച്ചല്ലോ. അതിനുശേഷം അവൾ സംഭ്രമം വർദ്ധിച്ചിട്ട് ആ മരണമൊക്കെ മുന്നിൽ കാണാറായപ്പോൾ, അതാണ് തമ്പുരാൻ്റെ അദ്ദേഹം ഗുരുവായൂരപ്പനെ സാക്ഷാത്കരിച്ച ആളായിരുന്നു മാനവേദൻ. ആ മഹാത്മാവ് ശിഥില നിഖിലേന്ദ്രിയ മൃദുല ഹൃദയ വ്യഥ പരിഭൃതി വിപദ പദാമ്യഹ മനാഥ. ഇന്ദ്രിയങ്ങളൊക്കെ തകർന്നിട്ട് ഹൃദയവേദനയോടെ, വാസന നശിക്കണമെങ്കിൽ ഇന്ദ്രിയക്ഷയം നടക്കണം. കണ്ണ് വേണ്ടാത്തത് കാണരുത്, കാത് വേണ്ടാത്തത് കേൾക്കരുത്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും നശിപ്പിക്കപ്പെടണം. ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കപ്പെടണം, അതിനെ കൊല്ല് ഇല്ലാണ്ട കണ്ണ് കുത്തിപ്പൊട്ടിക്കുക, ചെവി കേൾക്കാണ്ടാക്കുക എന്നല്ല അർത്ഥം. ഗുരുനാഥൻ ലീലാശുകൻ വില്ലുമംഗലം സ്വന്തം കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട് പണ്ട്. അപ്പം അതുപോലെയല്ല ഇവിടെ പറയണത്. പക്ഷേ ഇന്ദ്രിയങ്ങൾ മുഴുവൻ അന്തർമുഖമാകണം. അന്തർമുഖമാക്കുന്നതിനാണ് ഈ പ്രാണം വലിച്ചു കുടിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമാക്കി, അതോടുകൂടി എന്തായി, വാസനകൾക്ക് പിന്നെ മുളയ്ക്കാൻ പറ്റിയ കാഴ്ചയോ കേൾവിയോ ഒന്നുമില്ല, അന്തരീക്ഷമേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര ദുഷിച്ച സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും വേണ്ടവന് ഭഗവാനെ കിട്ടും. നമ്മൾ സാധാരണ പറയും, എൻ്റെ സാഹചര്യം അങ്ങനെയല്ല, എൻ്റെ വീട്ടിൽ എനിക്കൊന്നും ഇരുന്ന് ജപിക്കാൻ പോലും പറ്റില്ല, എനിക്ക് അവിടെ പോകാൻ പറ്റില്ല, അതൊക്കെ നമ്മളിടുന്ന പരിമിതികളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ആരാണ് ജനാർദ്ദനൻ ഏറ്റവും പ്രിയപ്പെട്ടവെന്ന് നാരദ മഹർഷിയുടെ അടുത്ത് നാരദ മഹർഷി പറയണത് വിതുരമൈത്രേയ സംവാദത്തിലൊക്കെ വരുന്നുണ്ട്. അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണവൻ, മറ്റുള്ള ജീവികളെ ദ്രോഹിക്കാത്തവൻ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവൻ. ഇത് മൂന്നും ആരിലുണ്ടോ അവൻ ജനാർദ്ദനനെ സന്തോഷിപ്പിക്കും. ദുഷ്യത്യാശു ജനാർദ്ദന എന്നാണ് പറയണത്. അല്ലാണ്ട് മന്ത്രം ജപിക്കണം, അമ്പലത്തിൽ പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതൊന്നും പറഞ്ഞിട്ടില്ല.
ഭാഗവതം പറയണം. അപ്പോൾ ഇവിടെ ആ പരിപൃഥിവീപത പതാമി, അയ്യോ ഞാനിതാ മരിച്ചു വീഴണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വീഴും. അതിൻ്റെ ശ്ലോകം, ആ മരണശ്ലോകതാണ്. വിവൃത്തനേത്രാധ വികീർണകേശ വിമുക്തനാദ പ്രതിനാദിദാശ പദൗ ഭുജൗ കേശവസാ വിസാര്യ അപാദഭൂപൗ സഹപാദഭൗഗായി. അല്ലയോ കേശവ, അവൾ കണ്ണു തുറിച്ച് മുടി ചിന്നിച്ചതറി ഉറക്ക അലറി അലറി ദിക്കുകളെ മുഴുവൻ മാറ്റൊലിക്കൊള്ളിച്ചിട്ട് കയ്യും കാലുകളും പരത്തി ഭീമാകാരമായിട്ടുള്ള ശരീരത്തെ എടുത്തിട്ട് എത്രയോ യോജന മരങ്ങളെയും വീടുകളെയൊക്കെ തകർത്തുകൊണ്ട് വീണു. ഇങ്ങനെ ആ ശബ്ദം കേട്ട് ഓടി വന്ന ഗോപന്മാർ ഓടി വന്ന് ഭഗവാനെ വാരിയെടുക്കുന്ന രംഗത്തോട് കൂടിയിട്ട് പിന്നെ അതങ്ങോട്ട് അങ്ങോട്ട് തുടരുകയാണ്. മായാഗോപ ചടിതി കപടാൽ കാളകൂടം ദിശന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ലോകമുണ്ട് കഥകളിൽ. അതിനുശേഷമാണ് ഈ കുട്ടിയെ കൊണ്ടുപോയി ഗോമൂത്രത്തിലൊക്കെ കുളിപ്പിക്കുന്നു. ഈ കുട്ടിയെ ഇവളുടെ മല പോലുള്ള ശരീരത്തിൻ്റെ മുകളിൽ കുട്ടി കിടക്കുന്നതായിട്ട് കണ്ടിട്ട് ഇവർ പിടിച്ചു കയറി ചില ഗോപന്മാർ ധൈര്യപ്പെട്ടിട്ട് ഇവളുടെ ശവശരീരത്തിൻ്റെ മുകളിൽ ഒരു കുന്ന് കയറണ പോലെ കയറി കുട്ടിയെ വാരിയെടുത്ത് യശോദര കയ്യിൽ കൊടുത്ത് ആ കുട്ടിക്ക് ഒഴിഞ്ഞിടലും ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ രക്ഷകൾ ചെയ്യൽ കുളിപ്പിക്കലൊക്കെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ അതിന് ശേഷമാണ് വരുന്നത്. അതിൽ ഭാഗവതത്തിൽ കുറേ ശ്ലോകങ്ങളുണ്ട്. അതിൽ 22-ാമത്തെ തൊട്ട് 28-ഓ 29-ഓ വരുന്ന ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളും നമ്മുടെ മക്കൾക്ക് രക്ഷയ്ക്ക് അമ്മമാരും കുട്ടികളെ മടിയിലിരുത്തി ചെല്ലണത് വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ ഗർഗസംഹിതയിൽ ഈ രംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ കവചം വരണത്. ആ കൃഷ്ണൻ്റെ കവചം കൊച്ചു കുട്ടികൾക്ക് ജപിച്ച് ചരട് കെട്ടുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശ്രീകൃഷ്ണസ്തേ ശിരപ്പാതു വൈകുണ്ഠകണ്ഠമേവഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങണേ. രസം എന്താ വെച്ചാൽ ഈ കഥാഭാഗം പറഞ്ഞിട്ടുള്ള സകല പുരാണത്തിലും ഒരു കവചം പറഞ്ഞിട്ടുണ്ടാവും കുട്ടികളുടെ രക്ഷയ്ക്ക്. എനിക്കത് വളരെ രസമായിട്ട് തോന്നാറുണ്ട്. വിഷ്ണു പുരാണത്തിലും ഒരു രക്ഷാകവചമുണ്ട്. ഭാഗവതത്തിൽ തന്നെ കവചമാണെന്ന് പറയണില്ലെങ്കിലും അത് കവചമാണ്. ഗർഗസംഹിതയിൽ കൃത്യമായിട്ട് അത് കവചമായിട്ട് മന്ത്രസഹിതം പറയുന്നുണ്ട്. ചെറിയ കവചമാണ്. ഇത് കൊച്ചുകുട്ടികളെ മടിയിൽ കിടത്തിയിട്ട് ഇത് ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അതേപോലെ ഈ വിഷ്ണു പുരാണത്തിലും ഹരിവംശത്തിലും ഒക്കെ കവചങ്ങളുണ്ട്. ഇനി കവചങ്ങളൊന്നും ചെല്ലാൻ സാധിക്കണില്ല, ഒരു ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ ഒരു വിഷമസന്ധിയിലാണ്, നമുക്കെല്ലാം അല്ലെങ്കിൽ അക്ഷരങ്ങൾ അറിയില്ല അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കാൻ അറിയില്ല എങ്കിൽ കൃഷ്ണൻ്റെ അഷ്ടോത്തരമുണ്ട്. അഷ്ടോത്തര ശതനാമം 108 നാമത്തിൽ ഓം പൂതനാ ജീവിതഹരായ നമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാമം വരും. 17-ാമത്തെ നാമം 17-ാമത്തെ നാമമായിട്ട് കാണാം. പൂതനാ ജീവിതഹരായ നമ. ആ ഓം പൂതനാ ജീവിതഹരായ നമ എന്ന് മാത്രം കുറഞ്ഞതൊരു 108 പ്രാവശ്യം ആ കുഞ്ഞിനെ മടിയിലിരുത്തി ജപിച്ചാൽ തന്നെ ഈ കുട്ടികളിലെ പല ഊതിബാധകളൊക്കെ കുറയും. ഞാൻ സന്ദർഭവശാൽ ആ ഒരു പ്രയോഗഭാഗം പറഞ്ഞു എന്ന് മാത്രം. എങ്ങനെയാണെങ്കിലും പൂതനയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടൊരു മരണമാണ്. ആ ശരീരം പതിച്ചതിന് ശേഷം അവളെ പല കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചിട്ടാണ് കൊണ്ടുപോയിട്ട് ദഹിപ്പിച്ചത്. ആ ദഹിപ്പിക്കുന്ന സമയത്ത് സാധാരണ ഒരു മനുഷ്യ ശരീരം കത്തുമ്പോൾ എന്ത് മണാ വരിക? നമ്മൾ ശരീരം കൊണ്ട് ചെയ്ത കർമ്മദോഷങ്ങൾ പാപങ്ങൾ മുഴുവൻ വെച്ചിട്ടൊരു ശരീരത്തെ പ്രകൃതിയിലേക്ക് കൊടുക്കരുതെന്നാണ് പഴയ സമ്പ്രദായം. പുതിയത് നിർമ്മിക്കാനാണ് നമ്മുടെ ശരീരത്തിനെ കൊടുക്കുന്നത്, അതിനെ വീണ്ടും പഞ്ചഭൂതങ്ങളാക്കാനാണ്. എന്താ മണ്ണ് കുഴിച്ചിട്ടൂടെ? മണ്ണിൽ കുഴിച്ചിടാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് അഗ്നിശുദ്ധി വരുത്തി കൊടുക്കുക. അതായത് നമ്മൾ പുനർനിർമ്മാണത്തിന് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് പുതിയത് നിർമ്മിക്കാൻ കൊടുക്കുകയാണെങ്കിലും അതിനെയും ശുദ്ധി വരുത്തി കൊടുക്കണം. നമ്മൾ ശരീരം കൊണ്ട് ചെയ്ത സകല മോശം പ്രവർത്തികളുടെയും കർമ്മഫലം പോകണമെങ്കിൽ അഗ്നി തൊടണത്ര. ആ അഗ്നി തൊടിയിക്കാനാണ് ചെതയിൽ വെക്കണം. കത്തുമ്പോൾ ആ ശുദ്ധിക്രിയയുടെ ഭാഗമായിട്ട് അതിന്ന് കർമ്മദോഷങ്ങൾ ദുർഗന്ധ രൂപത്തിൽ പുറത്തു പോകുന്നു. പക്ഷെ പൂതനയുടെ ശരീരം കത്തിയപ്പോൾ അകിലും ചന്ദനവും ഗുഗ്ഗുലും
തുടങ്ങിയിട്ടുള്ള ധൂപക്കൂട്ടുകൾ ഇട്ട് കത്തിച്ചതുപോലെ അമ്പാടി മുഴുവൻ ആരോ സാമ്പ്രാണി കാണിച്ച് പുകച്ച് ശുദ്ധാക്കിയതുപോലെ അവളുടെ ശരീരം കത്തിന്ന്. അപ്പം അവൾ എത്ര വലിയ പുണ്യാത്മാവായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കും. ഭഗവത് സ്പർശം കൊണ്ട് ഏതു ദുരാത്മാവും പരമാത്മാവന്നെയായിട്ട് മാറും, ആരാധ്യമായിട്ട് മാറും എന്നുള്ളതിൽ ഒരു സംശയവും. പൂതനാമോക്ഷം കഥയുടെ അടിസ്ഥാനം തന്നെ വാസ്തവത്തിൽ ഇതാണ്. നമ്മൾ ഭക്തിരസാമൃത സിന്ധുവിൽ രൂപഗോസ്വാമിയുടെ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം പറഞ്ഞ് ഞാൻ അതിൻ്റെ സമർപ്പണം ചെയ്യാം. അനവധി ഭക്തിഭാവങ്ങളെ അവിടെ പറയുന്നുണ്ട്. വിരമതലുഗു കണ്ഠോദ്ഘോഷകുത്കാരചക്ര ക്ഷണവിഘടിത താമ്യ ദൃഷ്ടി ഖദ്യോദീപ്തി ഹരിമിഹിര നിപീത പ്രാണഗാഠാന്ധകാരാക്ഷയം അഗമത് അകസ്മാത് പൂതനാ കാളരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണൻ ആകണ സൂര്യൻ പൂതനയാകുന്ന രാത്രിയെ, കാളരാത്രിയെ വലിച്ചു കുടിച്ച് കളഞ്ഞു. ആ വലിച്ചു കുടിക്കുന്ന സമയത്ത് അവളുടെ രണ്ട് കണ്ണുകളും മിന്നാമിന്നിന് വെളിച്ചം വന്നു പോകുന്ന പോലെ ഒരു നിമിഷ നേരത്തേക്ക് ഒന്ന് മിന്നിന്ന്. ആ മോക്ഷം കിട്ടണ സമയം. അതിനുശേഷം അതങ്ങോട്ട് വീണ്ടും അടഞ്ഞുപോയി. അതോടുകൂടിയിട്ട് അവളുടെ സകല രോദനങ്ങളും അവസാനിച്ചു. വാസന നശിക്കുമ്പോൾ അതുണ്ടാക്കിയ അലകളൊക്കെ നശിക്കും, മനസ്സ് പ്രശാന്തവും. അതുപോലെ ആ രാത്രി മറിഞ്ഞ് സൂര്യോദയം ഉണ്ടായി, എല്ലാം ശാന്തമായി ശോഭിച്ചു. അതുപോലെ നമ്മുടെയൊക്കെ മനസ്സ് ആ ഗുരുവായൂരപ്പൻ ശാന്തമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർണാമൃതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകം ചൊല്ലി ഭഗവാന് ഇത് സമർപ്പിക്കുകയാണ്. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിതവേണുനാദം ഗോഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണ്ണചന്ദ്രം പ്രേമദം ച മേ കാമദം ച മേ വേദനം ച മേ വൈഭവം ച മേ ജീവനം ച മേ ജീവിതം ച മേ ദൈവതം ച മേ ദേവനാപരം. ഗുരുവായൂരപ്പ, എനിക്ക് സ്നേഹത്തിനെ തരണതും എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരണതും എനിക്ക് അറിവിനെ തരണതും എനിക്ക് ശക്തി തരണതും എൻ്റെ ജീവനായിട്ട് നിലനിൽക്കുന്നതും എൻ്റെ ജീവിതം തന്നെയായിട്ടുള്ളതും എനിക്ക് ആരാധിക്കേണ്ടവനായിട്ടിരിക്കണതും എൻ്റെ ഭാഗ്യത്തിൻ്റെ ഉദയം എന്ന് പറയണതും ഗുരുവായൂരപ്പ നീയല്ലാണ്ട് മറ്റാരുമല്ല എന്ന് വില്ലുമംഗലം നമ്മളെ പറയുന്നത്, നമുക്ക് പറഞ്ഞു തന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്കാവലി ഗോപാലകൃഷ്ണ സ്വാമിയുടെ സിദ്ധനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഗോപാലകൃഷ്ണ സ്വാമിയുടെ ആ സിദ്ധ പാരമ്പര്യത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഗോപാലകൃഷ്ണ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ പൊന്നുഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഈ എളിയ പ്രഭാഷണത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കാണിക്കയായിട്ട് സമർപ്പിക്കണം. ഇതിലെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെയാണ്, നല്ലത് വല്ലതും പറഞ്ഞെങ്കിൽ ഗുരുവായൂരപ്പൻ്റെയാണ്. നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. എല്ലാവർക്കും മനോഹരമായിട്ടൊരു അഷ്ടവിരോഹിണി നേരിടും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര